ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ CMA ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ക്വിക്ക് റിവിഷനും പ്ലസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനും കൂടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പാർട്ട് ബേസിക് കോൺസെപ്റ്റിൻ്റെ റിവിഷനും അതിൻ്റെ കൂടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസുമാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു നമ്മൾ ഇന്ന് നടത്തുന്ന റിവിഷൻ ഇന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻസിന് എങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം, അതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. നമുക്ക് ആദ്യം ഒരു ക്വിക്ക് റിവിഷനിലൂടെ പോവാം. റിവിഷൻ എന്ന് പറയുമ്പം അത് റിവിഷൻ മാത്രമായിരിക്കും. ആ റിവിഷന് മുമ്പേ പഠിച്ചൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുമ്പേ പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഈ ഒരു റിവിഷൻ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കയറി കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബേസിക് കോൺസെപ്റ്റ് ആദ്യമേ എന്തൊക്കെ വരുമോ നമുക്കറിയാം. എന്തൊക്കെ ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് ഈ ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നറിയാം. ഡെഫിനിഷൻ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷനാണ്. അക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ ഓഫ് ഓഫർ, കപ്പാസിറ്റി ടു കോൺട്രാക്ട്, ഫ്രീ കൺസെൻറ്റ്, കൺസിഡറേഷൻ, വോയിഡ് ആൻഡ് വോയിഡബിൾ എഗ്രിമെൻറ്റ്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്, ഈ കോൺട്രാക്ട്, ഫ്രോഡ്, അൺഡു ഇൻഫ്ലുവൻസ്, കൊയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഡിസ്കസ് നമ്മൾ ചെയ്യും. നോക്കാം. നമുക്കൊരു റിവിഷനിലൂടെ തന്നെ ഫസ്റ്റ് മുൻപോട്ട് പോകാം. എന്താണ് കോൺട്രാക്ട്? നമുക്കറിയാം കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ബൈ ലോ. എഗ്രിമെൻറ്റും ലീഗൽ എൻഫോഴ്സിബിലിറ്റിയും ചേരുന്നതാണ് കോൺട്രാക്ട്. പിന്നെ നമ്മൾ എഗ്രിമെൻറ്റ് എന്താണെന്ന് പഠിച്ചു. എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് ദ കൺസ്ട്രക്ഷൻ ഫോർ ഈച്ച് അതർ. എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓഫറും ഒരു അക്സെപ്റ്റൻസും ചേരുമ്പോൾ ഒരു എഗ്രിമെൻറ്റായി മാറുന്നു. പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പം എ പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കം എ പ്രോമിസ്. ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രോമിസായി മാറുന്നു. പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഓഫറാണ് അവരുടെ ഉദ്ദേശിക്കുന്നത്. ഇനി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ഏതൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് നോക്കാം. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എസെൻഷ്യൽ എലമെൻ്റ് ആണ്. ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, ലോഫുൾ കൺസിഡറേഷൻ, കപ്പാസിറ്റി ടു കോൺട്രാക്ട്, ഫ്രീ കൺസെൻറ്റ്, ലോഫുൾ ഒബ്ജക്റ്റ്, എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്, കൺസെൻസ് ആൻഡ് ഇടം അല്ലെങ്കിൽ എന്താ ഫ്രീ കൺസെൻറ്റ് എന്നൊക്കെ പറയാം. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, സെർട്ടനിറ്റി ഓഫ് മീനിങ്, ലീഗൽ ഫോർമാലിറ്റീസ്, ഇങ്ങനെ 12ഓളം കാര്യങ്ങളാണ് നമ്മുടെ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓഫർ ഓർ പ്രപ്പോസൽ. ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് ഓഫർ കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു സാധനമോ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് ഒരാൾ മറ്റൊരാൾക്ക് ഓഫർ കൊടുക്കുന്നതിനെയാണ് ഒരു ഓഫർ എന്ന് അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഓഫർ കൊടുക്കുന്ന ആളെ നമുക്ക് ഓഫർ അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയാം. ആ ഓഫർ സ്വീകരിക്കുന്ന ആളെ നമുക്ക് ഓഫർ അല്ലെങ്കിൽ പ്രോമിസി എന്ന് പറയാം. ഇനി ഓഫർ വാലിഡ് ആവാനുള്ള റൂൾസ് എന്തൊക്കെയാണ്? ഇറ്റ് മസ്റ്റ് ബി കാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ റിലേഷൻസ്, ഇറ്റ് മസ്റ്റ് ബി സർട്ടൻ ഡെഫിനറ്റ് ആൻഡ് നോൺ വാല്യൂ, ഇറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്, ഇറ്റ് മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം എ ഇൻവിറ്റേഷൻ ടു ഓഫർ, ഇറ്റ് മേ ബി സ്പെസിഫിക് ഓർ ജനറൽ, ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ കൺസെൻറ്റ് ഓഫ് ദ ഓഫറിംഗ്, ഇറ്റ് മേ ബി കണ്ടീഷണൽ, ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം നോൺ കംപ്ലൈൻസ് ഓഫ് വിച്ച് വുഡ് എമൗണ്ട് ടു അക്സെപ്റ്റൻസ്. അപ്പം ഇത്രയാണ് അതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ്. പിന്നീട് നമ്മൾ പഠിച്ച ടൈപ്പ് ഓഫ് ഓഫറാണ്. നമ്മൾ എത്ര ടൈപ്പ് ഓഫ് ഓഫർ പഠിച്ചു? 5 ടൈപ്പ് ഓഫ് ഓഫർ പഠിച്ചു. ഒന്നാമത് ജനറൽ ഓഫർ, സെക്കൻഡ് വൺ സ്പെസിഫിക് ഓഫർ, തേർഡ് വൺ ക്രോസ് ഓഫർ, ഫോർത്ത് വൺ കൗണ്ടർ ഓഫർ, ഫിഫ്ത്ത് വൺ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അത് ജനറൽ ഓഫറും സ്പെസിഫിക് ഓഫറും എല്ലാവർക്കും അറിയാം. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ കൊടുക്കുന്നതിനാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഓഫർ കൊടുത്തു, ഒരു പാർട്ടി ഓഫർ കൊടുത്തു, മറ്റൊരു പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്തു, പക്ഷേ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് വെച്ച് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് കൗണ്ടർ ഓഫർ എന്ന് പറയാം. പിന്നീട് എന്താ? സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ. ഈ ഒരു ഓഫറിനെ സ്റ്റാൻഡിങ് എന്ന് പറയാം അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എന്ന് പറയാം അല്ലെങ്കിൽ ഓപ്പൺ എന്ന് പറയാം. എങ്ങനെ പേര് ചോദിച്ചാലും ഈ ഓഫർ ഇതാണെന്ന് മനസ്സിലാക്കിക്കണം. അതെന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് തരും. ഈ ഒരു പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ എന്നൊക്കെ പറയുന്നത്. ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ, അതായത് ഒരാളിപ്പോൾ ഓഫർ കൊടുത്ത് ആ ഒരാളിപ്പോൾ ഓഫർ കൊടുത്തെന്ന് പറഞ്ഞാൽ അതൊരു ഇൻവിറ്റേഷൻ ടു ഓഫറും ഡിഫറെൻറ്റാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫറും ഡിഫറെൻ്റ് ആണ്. നോക്കിക്കേ, ഓഫർ ഈസ് മെയ്ഡ് ടു ഗെറ്റ് ദ കൺസെൻറ്റ് ഓഫ് അതർ പാർട്ടി. അതായത് നമ്മളൊരു പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റോട് കൂടി അദ്ദേഹത്തിനൊരു ഓഫർ നമ്മൾ കൊടുത്തു. എൻ്റെ കാർ ഞാൻ നിനക്ക് ഇത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ ഇത്ര കൺസിഡറേഷനോട് കൂടി ഞാൻ നിനക്ക് തരാം. അയാൾ ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ അവിടെ ഒരു ഓഫർ അക്സെപ്റ്റൻസ് അവിടെ നടന്നു. എന്നാൽ ഇൻവിറ്റേഷൻ ടു ഓഫറും നമ്മുടെ ഒറിജിനൽ ഓഫറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരാൾക്ക് ഓഫർ കൊടുക്കാൻ വേണ്ടി നമ്മൾ അയാളെ ഇൻവൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ ഷെയർ പബ്ലിക്കിന്
പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടി അവരൊരു പ്രോസ്പെക്ടസ് കൊടുത്തോളാം. ആ ഒരു ഓഫർ കൊടുക്കണേ അവരെ പ്രോസ്പെക്ടസ് അയക്കും. അപ്പോൾ പ്രോസ്പെക്ടസ് അയക്കുന്നതിനാണ് നമ്മളിവിടെ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് എന്താണ്? ഒരാൾ കൊടുത്ത ഓഫർ മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യുക, നമുക്ക് അക്സെപ്റ്റൻസ് എന്ന് പറയാം. അക്സെപ്റ്റൻസ് വാലിഡ് ആവാനുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇറ്റ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്, ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദ ഓഫറർ, ഇറ്റ് മസ്റ്റ് ബി ദ മോഡ് പ്രിസ്ക്രൈബ്ഡ്, ഇറ്റ് മസ്റ്റ് ഗിവൺ ദ വിത്തിൻ റീസണബിൾ ടൈം. മിയർ സൈലൻസ് ഈസ് നോട്ട് അക്സെപ്റ്റൻസ്. ഓഫറർ can prescribe the mode of the acceptance but not the mode of rejection. അതായത് സൈലൻസ് എന്ന് ഒരാൾ സൈലൻ്റ് ആയിട്ടിരുന്ന അയാളത് അക്സെപ്റ്റ് ചെയ്തെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു എസെൻഷ്യൽസ് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ മിയർ സൈലൻസ് ഈസ് നോട്ട് അക്സെപ്റ്റൻസ്. അയാൾ കൊടുത്ത ഓഫർ, ഇപ്പം ഞാൻ ഒരാൾക്ക് ഓഫർ കൊടുത്തു, പക്ഷേ എതിർ പാർട്ടി അയാളവിടെ സൈലൻറ്റ് പാലിക്കുകയാണ് എങ്കിൽ അത് അയാളത് എൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തെന്നല്ല അതിൻ്റെ മീനിങ്. ഓക്കെ. ഇറ്റ് മസ്റ്റ് ബി ഗീവൺ ഓഫർ ബിഫോർ ദ ലാപ്സ് ഓർ ഈസ് റിവോക്കഡ്. ഇറ്റ് മസ്റ്റ് എമിനേറ്റ് ഫ്രം ഓഫർ. ടെർമിനേറ്റ് ഫ്രം ഓഫർ എന്നൊക്കെ പറയുന്നത്. റൂൾസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലോയുടെ കണ്ണിൽ എന്തെങ്കിലും ഒരു സംതിങ് റിട്ടേൺ കൊടുക്കുന്നതിനെയാണ്, നമ്മുടെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും റിട്ടേൺ രണ്ട് പാർട്ടീസും കൊടുക്കുന്നതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എന്താ രണ്ട് പാർട്ടീസും കൺസിഡറേഷൻ കൊടുക്കാമെന്ന് പറയുന്നത്? ഇപ്പം ഞാൻ ഒരാൾക്കൊരു സ്കൂട്ടർ കൊടുക്കുക, ഇത്ര രൂപയ്ക്ക് ഒരു സ്കൂട്ടർ കൊടുക്കാമെന്ന് ഓഫർ വെക്കണം. അപ്പം അയാൾ ആ ഓഫർ ഇപ്പോൾ 10,000 രൂപയ്ക്ക് ഞാൻ എൻ്റെ സ്കൂട്ടർ അയാൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ 10,000 രൂപയ്ക്ക് അയാൾ എൻ്റെ സ്കൂട്ടർ എൻ്റെ നിന്ന് വാങ്ങിക്കും. അപ്പം എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ആ 10,000 റുപ്പീസ്, അദ്ദേഹത്തിന് എന്നിൽ നിന്ന് കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്കൂട്ടറായിരിക്കും എന്നിൽ നിന്ന് കിട്ടുന്ന കൺസിഡറേഷൻ. എന്നാൽ രണ്ട് പാർട്ടീസിനും കൺസിഡറേഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം സംതിങ് റിട്ടേൺ, എന്തെങ്കിലും ഒരു റിട്ടേൺ നമ്മുടെ കോൺട്രാക്റ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസിഡറേഷൻ വാലിഡായുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? റൂൾസ് എന്തൊക്കെയാണ്? ഇറ്റ് മസ്റ്റ് മൂവ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, ഇറ്റ് മേ ബി ഡൺ ബൈ ദ പ്രോമിസി ഹിംസെൽഫ് ഓർ ബൈ എനി അതർ പേഴ്സൺ, ഇറ്റ് മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ, ഇറ്റ് മസ്റ്റ് ബി റിയൽ ഓർ നോട്ട് വാഗ്യൂ, ഇറ്റ് മസ്റ്റ് ബി ലീഗൽ, ഇറ്റ് നീഡ് നോട്ട് ബി ആഡ്വക്കേറ്റ്, ഇറ്റ് മസ്റ്റ് ബി സംതിങ് മോർ ദാൻ പ്രോമിസ് ഈസ് ആൾറെഡി ബൗണ്ട് ടു ഡു ഫോർ ദ പ്രോമിസർ. ഇനി കൈൻഡ്സ് ഓഫ് കൺസിഡറേഷൻ എന്തൊക്കെ? 3 കൈൻഡ്സ് നമ്മൾ പഠിച്ചിരുന്നു. പാസ്റ്റ് കൺസിഡറേഷൻ, പ്രസൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കൺസിഡറേഷൻ, ഫ്യൂച്ചർ കൺസിഡറേഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പാസ്റ്റ് കൊടുക്കുന്ന കൺസിഡറേഷൻ ആണ് പാസ്റ്റ് എന്നും, പ്രസൻറ്റ് നമ്മൾ ഇപ്പം തന്നെ ഓഫർ കൊടുത്ത് ഇപ്പം തന്നെ ആ ഒരു കോൺട്രാക്ട് ഇപ്പം തന്നെ കൺസിഡറേഷൻ കൊടുക്കുന്നത് തന്നെ പ്രസൻറ്റ് എന്നും, നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കുന്ന കൺസിഡറേഷൻ ആണ് എങ്കിൽ അതിന് നമുക്ക് എക്സിക്യൂട്ടറി അല്ലെങ്കിൽ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്നൊക്കെ പറയാം. ഇനി എക്സെപ്ഷൻ ടു ദ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. അതായത് നമ്മുടെ ജനറൽ റൂൾ എന്താണ്? കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് അല്ല, അത് കംപ്ലീറ്റ്ലി വോയിഡ് ആണ്. അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റ് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. അല്ലെ ഒരു കോൺട്രാക്റ്റ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിനെ നമുക്ക് വോയിഡ് കോൺട്രാക്റ്റ് എന്നൊക്കെ പറയാം. ആ ജനറൽ റൂൾ പറയുമ്പോൾ നമ്മളിവിടെ 2 ടേം നമ്മൾ പഠിച്ചിരുന്നു. അതായത് കോൺട്രാക്റ്റിനകത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നമുക്കിവിടെ ന്യൂഡം പാക്ടോ എന്നും, എഗ്രിമെൻറ്റ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതിനും ഒരു ലോ ടേം നമ്മൾ പഠിച്ചിരുന്നു. എന്താ പഠിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എക്സ് ന്യൂഡോ പാക്ടോ നോൺ ഒറിറ്റർ ആക്ഷൻ. അതായത് എഗ്രിമെൻറ്റ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എക്സ് ന്യൂഡോ പാക്ടോ നോൺ ഒറിറ്റർ ആക്ഷൻ എന്നും, കോൺട്രാക്റ്റ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ന്യൂഡം പാക്ടോ എന്നും നമുക്ക് ലോയിൽ പഠിച്ച നമ്മൾ 2 ടേം. അപ്പം ഈ 2 ടേം വളരെ ഇമ്പോർട്ടൻ്റ് MCQസിനൊക്കെ കയറി വരാം. എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്തേരെ. പിന്നീട് നമ്മൾ എന്താ പഠിച്ച എക്സംഷൻസ്. അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതൊരു കോൺട്രാക്റ്റ് ആവില്ലെന്നാണ് പറയുന്നത്. പക്ഷേ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതൊരു വാലിഡ് കോൺട്രാക്റ്റായി മാറും. അത് കുറച്ച് എക്സംഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെ എക്സംഷൻസ്? ഒന്നാമത്തേന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് ഹു ആർ ദ നിയർ റിലേഷൻ വിത്ത് ഈച്ച് അതർ ഇഫ് ദേ ആർ റിട്ടൺ ആൻഡ് ഡ്യൂലി രജിസ്റ്റേർഡ്. സെക്കൻഡ് വൺ, പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്. തേർഡ് വൺ, പ്രോമിസ് മെയ്ഡ് ടു പേ ടൈം ബാർ ഡെപ്റ്റ്. ഫോർത്ത് വൺ, ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്. ഫിഫ്ത്ത് വൺ, ക്രിയേഷൻ ഓഫ് ഏജൻസി. സിക്സ്ത് വൺ, ചാരിറ്റബിൾ സബ്സ്ക്രിപ്ഷൻ. അപ്പം ഈ 6 എക്സെപ്ഷണൽ കേസ് ഒഴികെ ബാക്കി എല്ലാ കേസസിലും കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതൊരു കോൺട്രാക്റ്റായി മാറത്തില്ല. എന്നാൽ ഈ 6 എക്സെപ്ഷണൽ കേസസിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതൊരു വാലിഡ് കോൺട്രാക്റ്റായി മാറും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് എന്നൊക്കെ പറയാം. നോക്കാം. ദ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് മീൻസ് എ കോൺട്രാക്ട് ഈസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഓൺലി ആൻഡ് നോട്ട് തേർഡ് പേഴ്സൺ ക്യാൻ സ്യൂ അപ്പോൺ ഇറ്റ്. അതായത് കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിന് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് ഫയൽ ചെയ്യാനല്ല സ്യൂ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഒരു തേർഡ് പാർട്ടിക്ക്, കോൺട്രാക്റ്റിനകത്ത് തേർഡ് പാർട്ടിക്ക് സ്യൂ ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതിനകത്ത് ഒരു എക്സംഷൻ ഉണ്ട്. തേർഡ് പാർട്ടിക്ക് സ്യൂ ചെയ്യാൻ പറ്റുന്ന എക്സംഷണൽ കേസസ് ഏതൊക്കെയാണ്? കുറച്ച് എക്സംഷണൽ കേസസ് ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
ഒന്നാമത്തെ കേസാണ് ബെനിഫിഷ്യറീസ് അണ്ടർ ട്രസ്റ്റ്. അതായത് ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള ബെനിഫിഷ്യറിക്ക് ആ ഒരു കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ പോലും തേർഡ് പേഴ്സൺ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിനകത്തുള്ള പാർട്ടീസിനെതിരെ സ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ മാരേജ് സെറ്റിൽമെൻറ്റ് ഓർ പാർട്ടീഷനോ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ്. ഈ മാരേജ് സെറ്റിൽമെൻറ്റ് പല ക്വസ്റ്റ്യൻസിലും വന്നിട്ടുണ്ട് കേസ് സ്റ്റഡി ആയിട്ട്. അപ്പം അതും ശ്രദ്ധിച്ചോണം. മാരേജ് സെറ്റിൽമെൻറ്റ് ഓർ പാർട്ടീഷനോ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ്. അപ്പം ആ ഒരു മാരേജ് സെറ്റിൽമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അറേഞ്ച്മെൻറ്റിൻ്റെയോ പാർട്ടീഷൻ്റെയോ ഭാഗമായിട്ട് അയാൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ പോലും ആ തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസിനെതിരെ സ്യൂ ചെയ്യാൻ പറ്റും. തേർഡ് വൺ അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ. ഫോർത്ത് വൺ ഏജൻസി. ഫിഫ്ത്ത് വൺ അസൈനി ഇൻ കേസ് ഓഫ് ഇൻഷുറൻസ് പോളിസി. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. അപ്പം ആ ഒരു ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കയറി കണ്ടതിന് ശേഷം മാത്രം ഈ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് നല്ല ബെനിഫിഷ്യലായിട്ട് തോന്നത്തുള്ളൂ. ഓക്കെ. അപ്പം എന്താ പറഞ്ഞത്, കോൺട്രാക്റ്റ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ തേർഡ് പേഴ്സണും കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിനെതിരെ സ്യൂ ചെയ്യുന്ന 5 കേസസാണ് ബെനിഫിഷ്യറി അണ്ടർ ട്രസ്റ്റ്, മാരേജ് സെറ്റിൽമെൻറ്റ് ഓർ പാർട്ടീഷനോ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ്, അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ, ഏജൻസി, അസൈൻ ഇൻ കേസ് ഓഫ് ഇൻഷുറൻസ് പോളിസി. അതുപോലെ കോൺട്രാക്റ്റ് ഇല്ലാത്തൊരു പാർട്ടീസിന് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്. സ്ട്രേഞ്ചറിന് കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിനെതിരെ സ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ജനറൽ റൂളാണ്. സ്ട്രേഞ്ചറിന് കോൺട്രാക്റ്റുള്ള പാർട്ടീസിനെ സ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പറ്റുന്ന 5 കേസസ് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ പക്ഷേ കൺസിഡറേഷനോ, സ്ട്രേഞ്ചറിന് കൺസിഡറേഷൻ നമുക്ക് പേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. സ്ട്രേഞ്ചറിന് കൺസിഡറേഷൻ പേ ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രേഞ്ചറിലില്ലാത്ത ഒരു പാർട്ടീസിന്, അതായത് സ്ട്രേഞ്ചറിന് ഒരു കോൺട്രാക്റ്റിൽ സ്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്തോ നിങ്ങൾ പറയണം, അത് പറ്റത്തില്ല. ജനറൽ റൂളാണ് അത് പറ്റത്തില്ല. പക്ഷേ 5 എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, നിങ്ങളവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്, ലീഗൽ എഗ്രിമെൻറ്റ് ലീഗൽ ആയിരിക്കണം, എൻഫോഴ്സിബിൾ ആയിരിക്കണം. ഇല്ലീഗൽ എഗ്രിമെൻ്റ് ആയാൽ അതൊരു വോയിഡ് എഗ്രിമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വോയിഡ് കോൺട്രാക്റ്റായി മാറും. അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ലോ ആർ വോയിഡ്. അതായത് എഗ്രിമെൻറ്റ് ലോയുടെ അതിനകത്ത് ആ ഒരു എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ആവാത്തൊരു എഗ്രിമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് വോയിഡ് എഗ്രിമെൻ്റായി മാറുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ വോയിഡ് മൈനർ കോൺട്രാക്റ്റ്. മൈനറുള്ള കോൺട്രാക്റ്റ് വോയിഡ് അബിനിഷാണ്. തുടക്കത്തിൽ തന്നെ വോയിഡ് ഫ്രം വെരി ബിഗിനിങ് ആണ്. തുടക്കത്തിൽ തന്നെ ഒരു കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വോയിഡ് എഗ്രിമെൻ്റായി മാറി. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ലീഗലി എഫക്റ്റ് ചെയ്യാത്ത ഒരു കോൺട്രാക്റ്റാണ് വോയിഡ് കോൺട്രാക്റ്റ്. അതാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് അത് വാലിഡും മറ്റൊരു പാർട്ടിക്ക് ഇത് വോയിഡുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ വോയിഡായി നിൽക്കുന്ന പാർട്ടിക്ക് ഫ്യൂച്ചറിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റായി മാറുമെങ്കിൽ അത് നമുക്ക് ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആക്കാം. ഇനി അദ്ദേഹത്തിന് അത് ഫ്യൂച്ചറിലും അത് ദോഷം ചെയ്യുമെന്ന് അത് വോയിഡ് കോൺട്രാക്റ്റായി മാറും. അപ്പോൾ അങ്ങനെ കുറച്ച് വാലിഡും കുറച്ച് വോയിഡുമായിട്ട് നിൽക്കുന്ന കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയാം. ഇനി കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ടു കോൺട്രാക്റ്റ്. എല്ലാ പാർട്ടീസിനും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഏതൊക്കെ പാർട്ടീസിന് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്, അതായത് മേജറായിട്ടുള്ളൊരു പേഴ്സണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ സൗണ്ട് മൈൻഡുള്ള പേഴ്സണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ ലോ ഡിസ്ക്വാളിഫൈ ചെയ്യാത്തൊരു പേഴ്സണും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ആരൊക്കെ ഓപ്പോസിറ്റ് ആൾക്കാർ? മേജർ എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പോസിറ്റുള്ള മൈനറിന് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. സൗണ്ട് മൈൻഡിൻ്റെ കേസിൽ ഓപ്പോസിറ്റ് അൺസൗണ്ട് മൈൻഡ് പേഴ്സണാണ്. അൺസൗണ്ട് മൈൻഡ് പേഴ്സണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്ക്വാളിഫൈ ആവാത്ത പേഴ്സണിന് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അതിനർത്ഥം ഡിസ്ക്വാളിഫൈ ആയ പേഴ്സൺസിന് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമ്മൾ മൈനറാണ് ഫസ്റ്റ് പഠിച്ചത്. പൊസിഷൻ ഓഫ് മൈനേഴ്സ് എഗ്രിമെൻറ്റ്, അതായത് മൈനറിൻ്റെ എഗ്രിമെൻ്റ് പൊസിഷൻ. അത് നമ്മൾ പഠിച്ചത് എഫക്ട്സ് ഓഫ് മൈനർ എഗ്രിമെൻ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്തൊക്കെ എഫക്ട്സ് നമ്മൾ പഠിച്ചത്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10-11 പോയിന്റ് നമ്മൾ എഫക്ട്സ് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ എഫക്റ്റാണ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. ഞാൻ പറഞ്ഞിരുന്നു മൈനറുമായിട്ടൊരു എഗ്രിമെൻറ്റ് നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ അത് വോയിഡ് അബ് ഇനിഷ്യോ ആണ്. വോയിഡ് അബ് ഇനിഷ്യോയുടെ മീനിങ് എന്താണ്? വോയിഡ് ഫ്രം വെരി ബിഗിനിങ് ആണ്. തുടക്കത്തിൽ തന്നെ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് വോയിഡായി പോവുകയാണ്. രണ്ടാമത്തെ ദ ലോ ഓഫ് എസ്റ്റോപ്പൽ ഡസ് നോട്ട് അപ്ലൈ അഗൈൻസ്റ്റ് എ മൈനർ. മൈനറിന് ലോ ഓഫ് എസ്റ്റോപ്പൽ അപ്ലൈ ചെയ്യത്തില്ല. മൈനർ ആർക്കെങ്കിലും ഒരു ഫാൾസ് റെപ്രസെൻറ്റേഷനുടെ ഫാൾസ് എന്തെങ്കിലും കാര്യത്തിലൂടെ ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആയപ്പോലും മൈനറിനെതിരെ കേസ് കൊടുക്കാൻ ആ മേജറായ വ്യക്തിക്ക് കഴിയത്തില്ല. ലോ ഓഫ് എസ്റ്റോപ്പൽ ഡസ് നോട്ട് അപ്ലൈ അഗൈൻസ്റ്റ് എ മൈനർ. തേർഡ് വൺ ഡോക്ട്രിൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റൂൾ ഓഫ് റീസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി. അതായത് മൈനറിന് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ മൈനറിൻ്റെ കയ്യിൽ താൻ വാങ്ങിച്ച ഇപ്പം ഒരാൾ നമ്മളുടെ എക്സാമ്പിൾ ഈ ഒരു കേസ് എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് ഞാനിപ്പം മൈനറാണ്. അപ്പം ഞാനിപ്പം മേജറായ ഒരു വ്യക്തിയുടെ നിന്ന് 1000 രൂപ ബോറോ ചെയ്ത് കടം വാങ്ങിയാണെങ്കിൽ 1000 രൂപ എൻ്റെ അദ്ദേഹത്തിന് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി അദ്ദേഹം 1000 രൂപയ്ക്ക് എൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി അദ്ദേഹം റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ
അത് അദ്ദേഹത്തിന് കമ്പൽ ചെയ്ത് വാങ്ങിക്കാം. എൻ്റെ ഇല്ലാത്ത കാര്യം ആ ഒരു മേജറായ വ്യക്തിക്ക് എൻ്റെ നിന്ന് കമ്പൽ ചെയ്ത് വാങ്ങിക്കാമല്ല. അതാണ് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റൂൾ ഓഫ് റീസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി ഡസ് നോട്ട് അപ്ലൈ അഗൈൻസ്റ്റ് മൈനർ. അത് എൻ്റെ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ നിന്ന് കമ്പൽ ചെയ്ത് വാങ്ങിക്കാം. എൻ്റെ ഇല്ലാത്ത പക്ഷം അതെനിക്ക് അപ്ലൈ ചെയ്യില്ലെന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ നോ റാറ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് മെജോറിറ്റി. റാറ്റിഫിക്കേഷൻ മീൻസ് അപ്രൂവൽ ഓർ കൺഫർമേഷൻ. അതായത് മൈനറുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, പിന്നീട് നമ്മൾ അറിയുന്നത് ഇദ്ദേഹം മൈനർ ആണെന്ന്. പിന്നീട് അദ്ദേഹം മേജർ ആകുന്ന സമയത്ത് മേജറായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം മൈനറുമായിട്ടുള്ള കോൺട്രാക്ട് തുടക്കത്തിലെ വോയിഡ് അബിനിഷൻ വോയിഡ് ഫ്രം വെരി ബിഗിനിങ് ആണ്. അതുപോലെ കോൺട്രാക്ട് ബെനിഫിഷ്യൽ ടു മൈനർ. മൈനറിന് ഒരു ബെനിഫിഷ്യറായിട്ട് കോൺട്രാക്റ്റിൽ നിൽക്കാൻ പറ്റും. മൈനറിന് ബെനിഫിഷ്യറായിട്ട് വരുന്ന കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും. ഇനി എന്താ മൈനർ ആസ് ആൻ ഏജൻറ്റ്. മൈനറിന് ഏജൻ്റ് ആവാൻ പറ്റും. കാരണം എന്താ അവിടെ പ്രിൻസിപ്പളിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ പേഴ്സണലി മൈനറിനെ ഒരു കോൺട്രാക്റ്റിൽ ഏജൻ്റ് ആക്കിയത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും നഷ്ടം വരുവാണെങ്കിൽ അത് പ്രിൻസിപ്പൾ പേഴ്സണലി ലൈബിൾ ആവുന്ന കേസിൽ മൈനറിന് ഏജൻ്റ് ആവാൻ പറ്റും. ഇനി 7th വൺ മൈനറിന് പാർട്ട്ണർ ആവാൻ പറ്റും. എല്ലാ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ എല്ലാ പാർട്ട്നേഴ്സിനെയും കൺസെൻറ്റ് ഉണ്ട് എങ്കിൽ മൈനറിന് പാർട്ട്ണർ ആവാൻ പറ്റും. അതുപോലെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ലോസ് ഒന്നും മൈനർ ഏറ്റെടുക്കില്ല, പ്രോഫിറ്റ് മാത്രം മൈനറിന് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ മൈനർ ലയബിലിറ്റി ഫോർ നെസസിറ്റീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ മൈനറിൻ്റെ ലയബിലിറ്റി, മൈനറിന് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് പേര് എന്തെങ്കിലും നെസസിറ്റീസ് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഹെൽത്ത് കെയർ മൈനറിന് ആവശ്യമുള്ള മൈനറിൻ്റെ ഡെയിലി ലൈഫിൽ മൈനറിന് ഒഴിച്ചുകൂടാൻ പറ്റുന്ന എന്തെങ്കിലും നെസസിറ്റീസ് ഒരു സപ്ലയർ കൊടുക്കുന്ന കേസിലാണെങ്കിൽ അവിടെ മൈനർ ലൈബിൾ ആവില്ല. മൈനറിന് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസ് അവിടെ ലൈബിൾ ആയിരിക്കും. അതുപോലെ മൈനറുമായിട്ട് മൈനറും ഒരു അഡൾട്ടും തമ്മിൽ അഡൾട്ടും തമ്മിൽ ജോയിൻലി ഒരു കോൺട്രാക്ട് മൈനറും അഡൾട്ടും തമ്മിൽ ജോയിൻലി ഒരു തേർഡ് പേഴ്സണോട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന കേസിൽ അവിടെ അഡൾട്ടായിരിക്കും എന്തോ ആവുന്നത് ലയബിൾ ആവുന്നത്. അതുപോലെ മൈനറിനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻസോൾവൻ്റ് ആണെന്നും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി മൈനർ ആയതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വോയിഡ് എഗ്രിമെൻ്റായി മാറും. പിന്നെ മൈനറിൻ്റെ പേരൻസിൻ്റെ കേസ് ശ്രദ്ധിച്ചോണം. മൈനർ കനോട്ട് ബൈൻഡ് പേരൻസ് ഓർ ഗാർഡിയൻസ്. മൈനർ ഏതെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ പേരൻസിനോ ഗാർഡിയൻസിനോ അത് ലൈബിൾ അല്ല. ഇനി അവർ ലൈബിൾ ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ അവർ വഴിയാ ഈ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ അവരുടെ ബിഹാഫിൽ അവരുടെ ഏജൻറ്റ് വഴി ഈ ഒരു കോൺട്രാക്റ്റിൽ മൈനർ ഏർപ്പെട്ടെങ്കിൽ അവിടെ അവർ പേഴ്സണലി ലൈബിൾ ആവും. അപ്പോൾ ഇങ്ങനെ 11ഓളം കേസസാണ് നമ്മൾ മൈനറിൻ്റെ കാര്യത്തിൽ മൈനർ എഫക്ട്സ് എന്ന് പറഞ്ഞ് ഇവിടെ പഠിച്ചത്. അതാണ് ഇവരിവിടെ പറയുന്നത് പൊസിഷൻ ഓഫ് മൈനേഴ്സ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് പറയുന്നത്. ക്ലിയർ. ഇനി ലുനാറ്റിക്സ് എഗ്രിമെൻറ്റ്, അതായത് ലുനാറ്റിക്കുള്ള എഗ്രിമെൻറ്റും ഇതൊക്കെ തന്നെ അവസ്ഥ. അതായത് ആ എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. ഈ ലുനാറ്റിക്സ് എന്ന് പറയുന്നത് അത് ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ അൺസൗണ്ട് മൈൻഡ് പേഴ്സൻ്റെ കാര്യത്തിലാണ് വരുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺട്രാക്ട് എനിക്ക് പറ്റിയതാണ് എന്നൊക്കെ ആലോചിച്ച് ഒരു റേഷണൽ ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറയാം. ഇനി അതേസമയം അദ്ദേഹത്തിന് ഇങ്ങനെ റാഷണൽ ജഡ്ജ്മെൻറ്റ് സ്വന്തമായിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ അദ്ദേഹം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നെങ്കിൽ അദ്ദേഹമായിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്ട് കംപ്ലീറ്റ്ലി വോയിഡ് ആയിരിക്കും. നോക്കാം. അതായത് ഒരു പേഴ്സൺ ആണെങ്കിൽ യൂഷ്വലി അൺസൗണ്ട് മൈൻഡും ഒക്കേഷണലി സൗണ്ട് മൈൻഡും ആണെങ്കിൽ അദ്ദേഹം സൗണ്ട് മൈൻഡായിട്ട് ഇരിക്കുന്ന സമയത്തിൽ അദ്ദേഹത്തിന് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അതേസമയം ഒരു പേഴ്സൺ യൂഷ്വലി സൗണ്ട് മൈൻഡും ഒക്കേഷണലി അൺസൗണ്ട് മൈൻഡും ആണെങ്കിൽ അദ്ദേഹം അൺസൗണ്ട് മൈൻഡ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള 2 കേസസ് നമ്മൾ സൗണ്ട് മൈൻഡ് പേഴ്സൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ സൗണ്ട് മൈൻഡ് പേഴ്സൺ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആരൊക്കെയാണ്? ലുനാറ്റിക്സ്, ഇഡിയറ്റ്, ഡ്രങ്കഡ്നെസ്. അപ്പം ഇത്രയും ആൾക്കാരാണ് നമ്മൾ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി 3rd കേസ് എന്ന് പറഞ്ഞാൽ അതർ ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ്. അത് നമ്മളൊരു ഇത് പഠിച്ചിരുന്നു. ഒരു കോഡ് പഠിച്ചിരുന്നു. FAICC. FA എന്ന് പറഞ്ഞാൽ എന്താ? F ഫോർ ഫോറിൻ സോവറൈൻ അംബാസഡേഴ്സ്, A ഫോർ ഏലിയൻ എനിമി, I ഫോർ ഇൻസോൾവെൻറ്റ്, C ഫോർ കോൺവിക്സ്, C ഫോർ കമ്പനി ഓർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. അപ്പം ഈ 5 ആൾക്കാർക്ക് ഇവർ 5 കൂട്ടരും എന്തുവാണ്? നമ്മുടെ ലോ ഡിസ്ക്വാളിഫൈ ചെയ്ത പേഴ്സണാണ്. ഇവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ്ലി വോയിഡ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പം കപ്പാസിറ്റി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? മേജറായ ഒരു പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹമായിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്ട് കംപ്ലീറ്റ്ലി വാലിഡ് ആയിരിക്കും. അതുപോലെ സൗണ്ട് മൈൻഡ് പേഴ്സൺ, ലോ ഡിസ്ക്വാളിഫൈ ചെയ്ത പേഴ്സൺ. അപ്പോൾ ഇവർ 3 കപ്പാസിറ്റി കോൺട്രാക്ട്. ഇവരല്ലാതെ മൈനറോ അൺസൗണ്ട് മൈൻഡോ അല്ലെങ്കിൽ ലോ ഡിസ്ക്വാളിഫൈ ചെയ്ത പേഴ്സണോ ആണ് എങ്കിൽ ഇവർ 3 കൂട്ടരും എന്താണ്? കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി വോയിഡ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പിന്നെ നമ്മൾ പഠിച്ച ഫ്രീ കൺസെൻറ്റ്. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് തമ്മിൽ ഫ്രീ കൺസെൻറ്റ് ആയിരിക്കണം. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് കൺസെൻറ്റ് ഈസ് ദ ടു ഓർ മോർ പേഴ്സൺ ആർ സെറ്റ് ടു കൺസെൻറ്റ് വെൻ ദേ ആർ എഗ്രി അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. അതായത് അവർ സെയിം സെൻസിൽ സെയിം തിങ്ങിൽ ആ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, രണ്ടുപേരും ആ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആ 5 കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ ഈ 5 കാര്യങ്ങളിലൂടെ നമ്മുടെ കൺസെൻറ്റ് നേടുന്നതെങ്കിൽ ആ ഒരു കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് അല്ല. അപ്പോൾ ഏതൊക്കെ 5 കാര്യങ്ങൾ? കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്. കൊയേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഭീഷണിപ്പെടുത്തി കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് കൊയേഷൻ എന്ന് പറയാം. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് പാർട്ടി ഒരു വീക്ക് പാർട്ടിയെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഒരു കൺസെൻറ്റ് നേടുകയാണെങ്കിൽ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ മനഃപൂർവ്വം നമ്മൾ ചതിക്കണമെന്ന് ഉദ്ദേശത്തോടെ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ നമ്മൾ കൺസെൻറ്റ് നേടുന്നെങ്കിൽ അത് നമുക്ക് ഫ്രോഡെന്ന് പറയാം. മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മനഃപൂർവ്വമല്ല, നമ്മൾ വിശ്വസിച്ചിരുന്നത് ആ ഒരു കാര്യം ശരിയാണെന്നാണ്, പക്ഷേ ആ ഒരു കാര്യം കംപ്ലീറ്റ്ലി ഫോൾസ് ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ, നമ്മൾ വിശ്വസിച്ചിരുന്നത് എന്താ ആ ഒരു കാര്യം ശരിയാണ്, പക്ഷേ കംപ്ലീറ്റ്ലി അതൊരു ഫാൾസ് റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ നമ്മളൊരു കോൺട്രാക്റ്റിലെ കൺസെൻറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ അത് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് എന്നും പറയാം. കൊയേഷൻ്റെ കാര്യങ്ങൾ പറയാമെന്ന്. കൊയേഷൻ എന്താണ്? അതിന് കുറച്ച് എഫക്ട്സ് ഉണ്ട്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്? അതിൻ്റെയും എഫക്ട്സ് ഉണ്ട്. ഇപ്പം കൊയേഷൻ്റെയും അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെയും എഫക്ട്സ് ഏതാണ്ട് ഒന്നാണ്. അതുപോലെ ഫ്രോഡിൻ്റെയും മിസ്റെപ്രസെൻറ്റേഷനും എഫക്ട്സ് ഒന്നാണ്. പക്ഷേ അവിടെ ഫ്രോഡിൻ്റെയും മിസ്റെപ്രസെൻറ്റേഷനും എഫക്ട്സ് ഒന്നാകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം, ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫ്രോഡിൻ്റെ ആയാലും മിസ്റെപ്രസെൻറ്റേഷനിൽ എഫക്റ്റ് പഠിക്കുമ്പോൾ നമ്മളൊരു എഫക്റ്റാണ് ഇത് പഠിച്ചിരുന്നു. ഒരു കോൺട്രാക്റ്റിൽ ആ ഫ്രോഡ് വരികയോ മിസ്റെപ്രസെൻറ്റേഷൻ വരികയോ ആണ് ഒരാളുടെ കൺസെൻറ്റ് വാങ്ങിയെടുത്തെങ്കിൽ അങ്ങനെ വാങ്ങിയെടുത്ത ആ പാർട്ടിയെ സംബന്ധിച്ച് ആ ഒരു കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് ഫിറ്റാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാം. ഇനി അഥവാ ഫിറ്റ് അല്ല എങ്കിൽ അദ്ദേഹത്തിന് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. അതോടൊപ്പം തന്നെ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഏതിൻ്റെ കാര്യത്തിൽ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? ഫ്രോഡിൻ്റെ കാര്യത്തിൽ. എന്നാൽ മിസ്റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം, പക്ഷേ ഡാമേജസിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അവിടെ ഒരു മിസ്റെപ്രസെൻറ്റേഷൻ, ഈ കൊടുത്ത ആൾ മനഃപൂർവ്വം അദ്ദേഹത്തിന് ചതിക്കണം എന്ന് പറഞ്ഞ് ചെയ്തതല്ല. അദ്ദേഹം വിശ്വസിച്ചിരുന്ന കാര്യം, പക്ഷേ അതൊരു ഫാൾസ് ആയിട്ടുള്ള കാര്യം, പക്ഷേ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അങ്ങനെ. അതുകൊണ്ട് തന്നെ അവിടെ ഡാമേജസിന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഒറ്റ എഫക്റ്റ് പഠിച്ചാൽ മതി. അതായത് ഫ്രോഡിനും മിസ്റെപ്രസെൻറ്റേഷനുള്ള ഒരേ എഫക്റ്റും അൺഡ്യൂ ഇൻഫ്ലുവൻസിനും കൊയേഷനും ഒരേ എഫക്റ്റ് പഠിച്ചാൽ മതി. പിന്നെ മിസ്റ്റേക്കിനെ കടുത്ത അങ്ങനെ എഫക്ട്സ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. പിന്നെ അതുപോലെ എന്താ, ഈ ഫ്രോഡിൻ്റെ കാര്യത്തിൽ കുറച്ച് എക്സെപ്ഷണൽ കേസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എക്സെപ്ഷണൽ കേസൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെ ഞാൻ നോട്ട് ഔട്ട് ചെയ്യാം. ഒന്നാമത്തെ എക്സെപ്ഷൻ എന്നാൽ വെൻ ദെയർ ഈസ് ഡ്യൂട്ടി ടു സ്പീക്ക്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാക്ട് ഓഫ്. രണ്ടാമത്തെ വെൻ വേർ സൈലൻസ് ഈസ് ഈക്വൽ ടു സ്പീച്ച്. തേർഡ് വൺ വെൻ ദെയർ ഈസ് ഹാഫ് ട്രൂത്ത്. ഫോർത്ത് വൺ വെൻ ദെയർ ഈസ് ചേഞ്ച് ഇൻ സർക്കംസ്റ്റാൻസസ്. അതായത് ഫ്രോഡിനകത്ത് നമ്മളിപ്പോൾ സൈലൻ്റായിട്ട് ഇരിക്കുകയാണ് എങ്കിൽ അത് ഫ്രോഡാണ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഫ്രോഡല്ല. പക്ഷേ എന്നാൽ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്നാൽ പോലും അത് ഫ്രോഡാണ്. എങ്ങനെയുള്ള കേസസില്ല? അതായത് ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് നടക്കുന്ന കേസസിലാണെങ്കിൽ അവിടെ നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്നാൽ പോലും അതൊരു ഫ്രോഡാണ്. കാരണം അവിടെ നിയർ റിലേഷൻഷിപ്പാണ്. രണ്ടാമത് ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസും പിന്നെ അതുപോലെ കോൺട്രാക്ട് ഓഫ് മാരേജിൻ്റെ കേസിലും നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്നാലും അത് ഫ്രോഡാണ്. അതുപോലെ ഫാമിലി സെറ്റിൽമെൻറ്റോ പാർട്ടീഷൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഫ്രോഡായിട്ട് മിണ്ടാതിരുന്നാലും അത് ഫ്രോഡാണ്. സൈലൻ്റായിട്ട് ഇരുന്നാലും അത് ഫ്രോഡാണ്. അതുപോലെ ഷെയർ അലോട്ട്മെൻറ്റ് കോൺട്രാക്റ്റിലും നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്നാൽ അത് ഫ്രോഡാണ്. പിന്നെ അതുപോലെ എന്താ, നമ്മൾ സംസാരിക്കുന്നതിന് തുല്യമാവുന്ന ഒരു കേസിലാണെങ്കിൽ പോലും അവിടെ നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്നത് ഫ്രോഡാണ്. പിന്നെ അതുപോലെ നമ്മൾ ഒരു കാര്യം കുറച്ച് സത്യം പറയും, കുറച്ച് കള്ളം പറയുകയും ആ പറഞ്ഞ സത്യവും കൂടെ കള്ളമാവും, അങ്ങനെ ഇരുന്ന കാര്യത്തിൽ നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്നാൽ അതും ഫ്രോഡാണ്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് എക്സെപ്ഷണൽ കേസസ് നമുക്ക് ഫ്രോഡിൻ്റെ കാര്യത്തിൽ പഠിക്കണം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോട്ട് ഔട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, വേഗറിങ് എഗ്രിമെൻറ്റ് സെക്ഷൻ 13. ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. വേഗറിങ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ, വേഗർ എന്ന് പറഞ്ഞാൽ മീൻസ് ബെറ്റ്. വേഗർ എന്ന് പറഞ്ഞാൽ ബെറ്റ്. അതായത് ദേ ആർ ഓർഡിനറി ബെറ്റിംഗ് എഗ്രിമെൻറ്റ്. ഇതൊരു ബെറ്റിംഗ് എഗ്രിമെൻ്റ് ആണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാൻ, ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് 500 രൂപ തരാം. ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് 500 തരാം. ഇതൊരു ബെറ്റിങ്. ഇന്ന് മഴ അതൊരു ബെറ്റാണ്. അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ ജയിച്ചാൽ ഞാൻ നിനക്ക് 1000 രൂപ തരാം. ഇന്ന് ഇന്ത്യ ജയിച്ചാൽ ഞാൻ നിനക്ക് 1000 രൂപ തരാം. അങ്ങനെ ബെറ്റിങ്ങിലുള്ളൊരു എഗ്രിമെൻ്റ് ആണ് എങ്കിൽ അത് നമുക്ക് വേഗറിങ് എഗ്രിമെൻ്റ് എന്ന് പറയാം. ഇങ്ങനെയൊക്കെയായിരിക്കും എക്സാമിന് വരുന്നത്. ഓക്കെ. ആ ഒരു എഗ്രിമെൻറ്റ് കംപ്ലീറ്റ്ലി വോയിഡാണ്. സച്ച് എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് ഇഫ് വൺ ഓഫ് ദ പാർട്ടീസ് ഹാസ് കൺട്രോൾ ഓവർ ദ ഇവൻറ്റ് എഗ്രിമെൻറ്റ് ഈസ് നോട്ട് എ വേഗർ. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ ഒരു ഇവൻറ്റ്
കൺട്രോളിലാണ് എങ്കിൽ ആ എഗ്രിമെൻറ്റ് വേഗറല്ല. അതുപോലെ എന്താ, വേഗറിങ് കോൺട്രാക്റ്റ് വോയിഡാണ്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു കോൺട്രാക്റ്റിന് ഇൻസ്റ്റൻറ്റിലുള്ള ട്രാൻസാക്ഷൻസ്, അതായത് അതൊരു വേഗറിങ് എഗ്രിമെൻറ്റാണ്. വേഗറിങ് എഗ്രിമെൻ്റ് അല്ല വേഗറിങ് കോൺട്രാക്റ്റ് വോയിഡാണ്. പക്ഷേ അതുമായിട്ട് സമയമുള്ള മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അത് വോയിഡ് അല്ലെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് വേഗറിങ് എഗ്രിമെൻറ്റിനെ പറ്റി പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റിവിഷൻസ്. ഓക്കെ, അപ്പം ഇത്രയും റിവിഷൻ പോലെ നമ്മൾ നടത്തി. അപ്പം നമുക്ക് ഇനി ക്വസ്റ്റ്യൻ പ്രാക്ടീസിലോട്ട് പോകാം. എല്ലാവരും ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൊണ്ട് കേസ് സ്റ്റഡി ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഇരുന്ന് വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് തന്നെ നോക്കാം. മറ്റേത് കേസ് സ്റ്റഡി നമുക്ക് ആൻസർ കൊണ്ട് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ലോഫുൾ കൺസ്ട്രക്ഷൻ ലോഫുളിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്കത് എഴുതാം. ദ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓഫ് എഗ്രിമെൻറ്റ് ഈസ് ലോഫുൾ ആയിരിക്കണം. അതായത് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റിലെ കൺസ്ട്രക്ഷനും ഒബ്ജക്റ്റും ലോഫുൾ ആയിരിക്കണം. ഇറ്റ് ഈസ് ഫോർമൽ ലോ ആവാൻ പാടില്ല. പിന്നെന്താ, ലോ പെർമിറ്റ് അല്ലെങ്കിൽ ലോ ഡിഫീറ്റ് ചെയ്ത ഒരു കാര്യമാവാൻ പാടില്ല. നമ്മുടെ കൺസ്ട്രക്ഷനാണ് ഫ്രോഡുലൻ്റ് ആവാൻ പാടില്ല. അല്ലെങ്കിൽ തേർഡ് പേഴ്സണോ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസിനോ ഇഞ്ചുറി വരുന്ന കാര്യമാവാൻ പാടില്ല. അങ്ങനെ പബ്ലിക് പോളിസിക്ക് ഒപ്പോസ് ചെയ്ത കാര്യമാവാൻ ഇമ്മോറലുള്ള കാര്യമൊന്നും ആവാൻ പാടില്ല. എന്തോ ആവാൻ പാടില്ല, നമ്മുടെ കൺസ്ട്രക്ഷൻ ഒബ്ജക്റ്റ് ഒന്നും ആവാൻ പാടില്ല. അപ്പം ഇങ്ങനൊന്നും അല്ല എങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി വാലിഡ് ആയിരിക്കും, എഗ്രിമെൻറ്റ് വാലിഡ് ആയിരിക്കും, അത് ലോഫുള്ളും ആയിരിക്കും. ഇനി ഈ കോൺട്രാക്റ്റിനെ പറ്റി നമുക്ക് എന്തോ എഴുതാം. ഈ കോൺട്രാക്ട് എന്നൊരു പേപ്പർലെസ് കോൺട്രാക്റ്റാണ്. അതൊരു ഇലക്ട്രോണിക് ഫോമിലുള്ള കോൺട്രാക്റ്റാണ്. അതും ഈ കോൺട്രാക്ട് ഈസ് മോഡൽഡ് സ്പെസിഫൈഡ് എക്സിക്യൂട്ടഡ് ഡിപ്ലോയ്ഡ് ബൈ എ സോഫ്റ്റ്വെയർ സിസ്റ്റം. അതൊരു ട്രഡീഷണൽ കൊമേഴ്ഷ്യൽ കോൺട്രാക്റ്റിന് സിമിലർ ആണ്. അവിടെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിക് ഫോമിലാണെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കോൺട്രാക്റ്റിന് പേര് വന്നത്. പിന്നെ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ എഴുതാം. സ്പീഡ്, ആക്യുറേറ്റ് ആണ്, റിലയബിൾ ആണെന്നൊക്കെ എഴുതാം. പിന്നെ അതുപോലെ അതിനകത്തുള്ള കോൺട്രാക്റ്റുള്ള പാർട്ടീസ് അവരുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒപ്റ്റെയിൻ ചെയ്യും. കോമ്പിറ്റൻ്റ് അതോറിറ്റി തന്നെ അവർ ഒപ്റ്റെയിൻ ചെയ്യും. ആ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ അവർ ഇടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മാനുവൽ സൈനിങ്ങിന് പകരമായിരിക്കും അവരുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അതിൽ അഫക്ട്സ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ എന്തോ എഴുതാം, അവർ ഓഫറൊക്കെ നൽകുന്നത് ഒരു വെബ്സൈറ്റിലായിരിക്കും. അതിനകത്തായിരിക്കും അവരവരുടെ ഓഫർ, ഈ കോൺട്രാക്റ്റിൻ്റെ ഓഫറൊക്കെ നൽകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഈ കോൺട്രാക്റ്റ് എഴുതിക്കൂടെ. പിന്നെ അതുപോലെ ഈ കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് നമുക്ക് എഴുതാം. അത് നമുക്ക് എന്തോ തന്നെ എഴുതാം, നമ്മുടെ ട്രഡീഷണൽ കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് നമ്മുടെ ഈ കോൺട്രാക്റ്റിലും എഴുതാം. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഓഫറുണ്ട്, ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അതിൽ ഓഫറിൽ കൺസ്ട്രക്ഷൻ വേണം. അവിടെ ഒരു ലീഗൽ റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോമ്പിറ്റൻ്റ് പാർട്ടീസിലുള്ള കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് കോമ്പിറ്റൻ്റ് കോൺട്രാക്റ്റ് ആയിരിക്കണം. പിന്നെ അവിടുത്തെ ഫ്രീയും കൺസെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടും ജെന്യൂനുള്ള കൺസെൻ്റ് ആയിരിക്കണം. പിന്നെ അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം. പിന്നെന്താ, ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്നതും പോസിബിൾ ആയിട്ടുള്ളതും സെർട്ടൺ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം. അപ്പം ഇത്രയാണ് അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ഈ കോൺട്രാക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഇനി ചോദിച്ചിരിക്കുന്ന റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ടൈംസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് എഴുതാം. സ്ട്രോങ് പാർട്ടി അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ്, അത് അദ്ദേഹം തെറ്റായ രീതിയിൽ ആ ഇൻഫ്ലുവൻസ് വിനിയോഗിക്കുന്നതിനാണ്. വീക്ക് പാർട്ടി തെറ്റായ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് വിനിയോഗിക്കുന്നതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണെന്ന് എഴുതാം, അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ ഈ കോൺട്രാക്റ്റ് പിന്നെയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞു, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ആ ഒരു എഗ്രിമെൻറ്റ് വാലിഡാണോ വോയിഡാണോ ഇവർ ചോദിച്ചിരിക്കുന്നത്. എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ആ കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻറ്റ് എന്താണ്, എക്സ് ന്യൂഡോ പാക്ട് നോൺ ഒറക്റ്റർ ആക്ഷൻ ആണ്. അതായത് അത് കംപ്ലീറ്റ്ലി വോയിഡ് ആണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. എന്തൊക്കെ എക്സെപ്ഷണൽ കേസസ്? ആ ഒരു പാർട്ടീസ് നിയർ റിലേഷൻഷിപ്പിലായിരിക്കണം. അതായത് അവിടെ ഫിഡൂഷ്യറി റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ അതവർ റൈറ്റിങ്ങിലും ഡ്യൂലി റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റർ ചെയ്ത ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം. അതുപോലെ ഇറ്റ് ഈസ് എ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ സംതിങ് ഡൺ. അതുപോലെ ഇറ്റ് ഈസ് പ്രോമിസ് ടു പേ എ ഡെപ്റ്റ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ബൈ ലോ. ഇവിടെ ഒരു മൂന്നെണ്ണേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തുകൂടെ എഴുതാം, ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡെന്നും ക്രിയേഷൻ ഓഫ് ഏജൻസി എന്നും ചാരിറ്റബിൾ സബ്സ്ക്രിപ്ഷൻ എന്നും കൂടെ നമുക്ക് എഴുതി ചേർക്കാം. അപ്പോൾ ഇങ്ങനെ 6 കേസസ് നമുക്ക് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻ്റ് ആണെങ്കിൽ പോലും അതൊരു വാലിഡ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ വാലിഡ് കോൺട്രാക്റ്റ് നമുക്ക് പറയാം. പിന്നെ മിസ്റെപ്രസെൻറ്റേഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മിസ്റെപ്രസെൻറ്റേഷൻ എഴുതാം. അവിടെ എന്താ എഴുതണം, മെയിനായിട്ട് നമ്മൾ എന്താ വരേണ്ട വാക്ക്, വേർ എ പേഴ്സൺ അസേർട്ട് സംതിങ് വിച്ച് ഈസ് നോട്ട് ട്രൂ ഡു ഹി ബിലീവ് ഇറ്റ് ടു ബി ട്രൂ ഹി അസേർഷൻ എമൗണ്ട് ടു മിസ്റെപ്രസെൻറ്റേഷൻ മേ ബി എയ്തർ ഇന്നസെൻ്റ് വിത്തൗട്ട് റീസണബിൾ ഗ്രൗണ്ട്. അതായത് അദ്ദേഹം ഇന്നസെൻ്റലി നടത്തുന്ന അദ്ദേഹം വിശ്വസിച്ച് അത് സത്യമാണ്, പക്ഷേ അത് കംപ്ലീറ്റ്ലി തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് മിസ്റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്ട്സും നമ്മുടെ ഫ്രോഡിൻ്റെ എഫക്ട്സും ഏതാണ്ട് സെയിം. ആകെ ഡിഫറൻസ് വരുന്നത് പറഞ്ഞാൽ മിസ്റെപ്രസെൻറ്റേഷന് ഡാമേജസിന് ക്ലെയിം ചെയ്യേണ്ട, അവർക്ക് കോൺട്രാക്റ്റ് മാത്രം ക്യാൻസൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. ആരെ സംബന്ധിച്ച്, ഈ മിസ്റെപ്രസെൻറ്റേഷനോട് ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ആ ഒരു പാർട്ടിയെ സംബന്ധിച്ച്.
അഗ്രിയുടെ പുറത്ത് തന്നെ നമുക്ക് പറയുന്നത്. ഇനി അതുപോലെ റൈറ്റ് എ ഷോർട്ട് നോട്ടാണ് കൊയേഷൻ എന്താ, ഒരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ് ടു കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ കൺസെൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുകയാണ് എങ്കിൽ അത് നമുക്ക് കൊയേഷൻ എന്ന് പറയാം. അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ എഴുതിയിരിക്കണം. അതുപോലെ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്, അതായത് കോൺട്രാക്റ്റിലുള്ള സ്ട്രെയിഞ്ചറിന് സ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ജനറലി പറ്റത്തില്ല. എന്നാൽ അതിൽ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ആർക്കൊക്കെ സ്യൂ ചെയ്യാൻ പറ്റും? ബെനിഫിഷ്യറീസ് അണ്ടർ ട്രസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ബെനിഫിഷ്യറി അണ്ടർ ട്രസ്റ്റ്, പിന്നെ മാരേജ് സെറ്റിൽമെൻറ്റോ പാർട്ടീഷൻ അല്ലെങ്കിൽ ഫാമിലി അറേഞ്ച്മെൻറ്റ്, പിന്നെ അസൈൻ ഇൻ കേസ് ഓഫ് ഇൻഷുറൻസ് പോളിസി, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് എന്തോ ചെയ്യാൻ പറ്റും, അവർ കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ പോലും അവർക്കതിലേക്ക് സ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇനി അടുത്ത എല്ലാം ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ എ ഡിസീറ്റ് വിച്ച് ഡസ് നോട്ട് ഡിസീവ് ഈസ് നോട്ട് ഫ്രോഡ് കമൻറ്റ്, അതായത് മനഃപൂർവ്വം വഞ്ചനയല്ലാത്ത ഒരു ചതി ഫ്രോഡ് ആവുമോ അത് കമൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരിക്കലും അത് ഫ്രോഡ് ആവത്തില്ല. അതിൻ്റെ ആൻസർ എടുത്ത് നോക്കണേ, ഫ്രോഡ് ഷുഡ് ആക്ച്വലി എക്സിസ്റ്റ് ഫോർ ടേക്കിംഗ് ആക്ഷൻ എഗനിസ്റ്റ് ഇറ്റ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന ഒരു ആക്ഷനാണ്. നമ്മൾ ആക്ച്വലി ഒരാളെ ചതിക്കണമെന്ന് ചെയ്യുന്ന ഒരു ആക്ഷനാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. ഇഫ് നോ വൺ ഈസ് ഡിസീവ്ഡ് ദെയർ ഈസ് നോ കേസ് ഓഫ് ഫ്രോഡ്. നമ്മൾ അങ്ങനെ നമ്മൾ ഒരാളെ വഞ്ചിച്ചിട്ടില്ല എങ്കിൽ അത് ഫ്രോഡ് ആവത്തില്ല. ആൻഡ് അറ്റംപ്റ്റ് ടു ഫ്രോഡ് ഈസ് നോട്ട് ഫ്രോഡ് അൺലെസ് ദ പാർട്ടി ഈസ് ആക്ച്വലി ഡിസീവ്ഡ്. ആ ഒരു പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ആക്ച്വലി അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം ചെയ്ത ഒരാളെ ചതിക്കണമെന്ന് കരുതി മനഃപൂർവ്വം ചെയ്തൊരു ആക്ഷനോ കാര്യങ്ങളൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് ഫ്രോഡ് ആവത്തില്ല, ആ ഒരു കാര്യം ഫ്രോഡ് ആവത്തില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ആൻസർ എഴുതേണ്ട രീതി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി വൈൽ ഡിസ്കസിങ് റജീവ് ടോൾഡ് ഹിസ് ഫ്രണ്ട്സ് ദാറ്റ് കോൺട്രാക്ട് നീഡ് നോട്ട് ബി പെർഫോം അണ്ടർ സർട്ടൺ സർക്കംസ്റ്റാൻസസ്. ദീപക് ഒബ്ജക്റ്റഡ് ടു ഇറ്റ്, സ്റ്റേറ്റ് ദ കറക്റ്റ് പൊസിഷൻ. അതായത് റജീബ് ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് പറയുകയാണ്, കോൺട്രാക്റ്റിൽ നമ്മൾ കുറച്ച് സർക്കംസ്റ്റാൻസസ് നമുക്ക് പെർഫോം ചെയ്ത കുറച്ച് സർക്കംസ്റ്റാൻസ് ഉണ്ട്. ദീപക് അത് ഒബ്ജക്റ്റ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു കണ്ടീഷൻ അവരുടെ കറക്റ്റ് പൊസിഷൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. യെസ് ഇറ്റ് ഈസ് പോസിബിൾ. സെക്ഷൻ 60-67 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് ആർ ലിസ്റ്റഡ് അണ്ടർ ദ ഹെഡിങ് കോൺട്രാക്ട് വിച്ച് നീഡ് നോട്ട് ബി പെർഫോംഡ്. ദ റെലവൻറ്റ് പ്രൊവിഷൻ ആർ ആസ് ഫോളോസ്. അതായത് കോൺട്രാക്റ്റിൽ നമുക്ക് പെർഫോം ചെയ്യാത്ത കുറച്ച് സിറ്റുവേഷൻസ് സെക്ഷൻ 62 തൊട്ട് സെക്ഷൻ 67 വരെ കോൺട്രാക്ട് ആക്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പറഞ്ഞാൽ ഇറ്റ് ബൈ മ്യൂച്വൽ അഗ്രിമെൻറ്റ് ദെയർ ഈസ് നൊവേഷൻ റിസഷൻ ഓർ ആൾട്രേഷൻ ദ ഒറിജിനൽ കോൺ നീഡ് നോട്ട് ബി പെർഫോംഡ്. അതായത് നൊവേഷൻ വരെയോ റിസഷൻ വരെയോ ആൾട്രേഷൻ വരെയോ നമ്മളൊരു മ്യൂച്വൽ അഗ്രിമെൻറ്റ് ആയിട്ട് നമ്മൾ നടത്തുകയാണ് എങ്കിൽ ആ ഒരു ഒറിജിനൽ കോൺട്രാക്റ്റ് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് സെക്ഷൻ 62 പറഞ്ഞത്. ഇനി വേർ ദ പ്രോമിസി വേവ്സ് ഓർ റെമിറ്റ് ദ പെർഫോമൻസ് ഓഫ് പ്രോമിസ് മെയ്ഡ് ടു ഹിം ഹോളി ഓർ ഇൻ പാർട്ട് ഓർ എക്സ്റ്റെൻഡ് ദ ടൈം ഓഫ് പെർഫോമൻസ് ഓർ അക്സെപ്റ്റ് എനി അതർ സാറ്റിസ്ഫാക്ഷൻ ഫോർ ഇറ്റ്. അതായത് പ്രോമിസ് ചെയ്യുന്നയാൾ പ്രോമിസിൻ്റെ വേവ് അല്ലെങ്കിൽ റിമിറ്റ്, ആ പെർഫോമൻസ് വേവ് ചെയ്യുകയോ റിമിറ്റ് ചെയ്യുകയോ, അതിപ്പോൾ ഹോളി ആവാം ഹോളി ആട്ടോ പാർട്ട്ലി ആട്ടോ അദ്ദേഹം വേവോ റിമിറ്റോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യത്തില്ല. അതായത് ഇപ്പം ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടീഷൻ അത് അക്സെപ്റ്റ് ചെയ്യുകയോ അതും അല്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു കോൺട്രാക്റ്റായി മാറും. പിന്നെന്താ പറയുന്നത്, വെൻ എ വോയിഡബിൾ കോൺട്രാക്ട് ഈസ് റെസെൻറ്റഡ് ദ അതർ പാർട്ടി നീഡ് നോട്ട് ബി പെർഫോം ഹിസ് പ്രോമിസ്. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യത്തിന് നമ്മുടെ കോയേഷനിലും വണ്ടി ഇൻഫ്ലുവൻസും ഡിസ്കസ് ചെയ്ത കാര്യം, വോയിഡബിൾ കോൺട്രാക്റ്റിലുള്ള ആ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതാണ് അവിടെ പറയുന്നത്. അദ്ദേഹം അത് പെർഫോം ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിന് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കേസിലും നമുക്ക് കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത കേസാണ്. അപ്പം അത് സെക്ഷൻ 63 സെക്ഷൻ 64 അതാ പറയുന്നത്. ഇനി ഇഫ് ദ പ്രോമിസ് നെഗ്ലക്ട് ഓർ റെഫ്യൂസസ് ടു afford the promiser reasonable facilities of the performance of his promise, the promiser is executed by the such neglect or refusal as to any non-performance caused thereby സെക്ഷൻ 67. അതിലെന്താ പറഞ്ഞത് നോക്കാം. അതായത് നമ്മുടെ ഈ പ്രോമിസർ ആണെങ്കിൽ പ്രോമിസ് ചെയ്തത്. അപ്പം പ്രോമിസർ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് നല്ലപോലെ പെർഫോം ചെയ്യാൻ വേണ്ടി റീസണബിൾ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും കൊടുക്കാത്തൊരു സാഹചര്യത്തിലാണ് എങ്കിൽ ഇഫ് ദ പ്രോമിസി നെഗ്ലക്ട് ഓർ റെഫ്യൂസ് ടു അഫോർഡ് ദ പ്രോമിസർ reasonable facilities of the performance of his promise, the promiser executed by such neglect or refusal as to any non-compliance caused thereby section 67. അതായത് പ്രോമിസ് ചെയ്യുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പ്രോമിസ് നൽകുന്നതിന്
എന്തെങ്കിലും അദ്ദേഹം പ്രോമിസ് നിലനിർത്തുന്നതിന് എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളോ നടത്താതിരിക്കുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അതുവരെ ഉണ്ടാകുന്ന എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാവുന്ന കേസിലാണെങ്കിൽ പോലും ആ ഒരു കോൺട്രാക്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അണ്ടർ ദ ലോ ഓഫ് കോൺട്രാക്ട് ദ ഫോളോയിങ് എഗ്രിമെൻറ്റ് നീഡ് നോട്ട് ബി പെർഫോംഡ് അണ്ടർ ദ കൺസ്ട്രക്ഷൻ ആൻഡ് അൺലോഫുൾ കൺസ്ട്രക്ഷൻ ഒബ്ജക്റ്റ്. അതായത് നമ്മുടെ കോൺട്രാക്റ്റിലെ കൺസ്ട്രക്ഷൻ ഒബ്ജക്റ്റ് ഒന്നും അൺലോഫുൾ ആണെങ്കിൽ ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പെർഫോമൻസ് ഓഫ് അൺലോഫുൾ ഓർ ഇല്ലീഗൽ, പെർഫോമൻസ് അൺലോഫുൾ ആവുകയോ ഇല്ലീഗൽ ആവുന്ന കേസിലും കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. വെദർ പെർഫോമൻസ് ബിക്കം ഇമ്പോസിബിൾ, അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത കാര്യം, ഇപ്പം ആകാശത്ത് നക്ഷത്രത്തെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന കാര്യത്തിൽ അത് നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കുറച്ച് കേസസ് ആണ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. ഇതാണ് എൻ്റെ കറക്റ്റ് പൊസിഷൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പേഷ്യൻറ്റ് ഇൻ എ ലുനാറ്റിക് അസൈലം ക്യാൻ ആൾസോ എൻ്റർ ഇൻ എ വാലിഡ് കോൺട്രാക്റ്റ് സ്റ്റേറ്റ് ദ പൊസിഷൻ ബേസ്ഡ് ഓൺ ലീഗൽ പ്രൊവിഷൻ. അതായത് ലുനാറ്റിക് അസൈലമായിട്ടുള്ളൊരു ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, അതായത് വാലിഡ് കോൺട്രാക്റ്റ് ആണോ അതിൻ്റെ ആ ഒരു ലീഗൽ പ്രൊവിഷൻ്റെ പൊസിഷൻ സ്റ്റേറ്റ് ചെയ്യണം നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. ലുനാറ്റിക് അസൈലമായിട്ടുള്ള ഒരു പേഷ്യൻറ്റ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണോ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലീഗൽ പ്രൊവിഷൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം നമ്മളടുത്ത് പറഞ്ഞിരുന്നത്. 2 മാർക്കിനെ ചോദിച്ചിരിക്കുന്നത്. എ പേഴ്സൺ ഹാവിങ് സൗണ്ട് മൈൻഡ് ക്യാൻ എൻ്റർ ഇൻ എ വാലിഡ് കോൺട്രാക്റ്റ്. ആ ഒരു പേഴ്സൺ സൗണ്ട് മൈൻഡ് പേഴ്സൺ ആണ്, അദ്ദേഹത്തിൻ്റെ റേഷണൽ ജഡ്ജ്മെൻ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ അദ്ദേഹം കോൺട്രാക്ട് എൻ്റർ ചെയ്ത് അത് കംപ്ലീറ്റ്ലി വാലിഡ് കോൺട്രാക്റ്റ് ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇഫ് എ പേഴ്സൺ ഈസ് യൂഷ്വലി ഓഫ് അൺസൗണ്ട് മൈൻഡ്, അദ്ദേഹം യൂഷ്വലി അൺസൗണ്ട് മൈൻഡുള്ള പേഴ്സൺ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവെൽസ് ടൈമിൽ അദ്ദേഹം സൗണ്ട് മൈൻഡ് ആയിരിക്കാം. നമ്മൾ ഫസ്റ്റ് സൗണ്ട് മൈൻഡ് പേഴ്സൺ നമ്മൾ ഫസ്റ്റ് പഠിച്ച പോയിൻ്റാണ്. അദ്ദേഹം യൂഷ്വലി അൺസൗണ്ട് മൈൻഡും ഒക്കേഷണലി അൺസൗണ്ട് മൈൻഡും ആണെങ്കിൽ യൂഷ്വലി അൺസൗണ്ട് മൈൻഡും ഒക്കേഷണലി സൗണ്ട് മൈൻഡുള്ള പേഴ്സൺ അദ്ദേഹം സൗണ്ട് മൈൻഡായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അത് വാലിഡാണ്. അതാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം യൂഷ്വലി അൺസൗണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചത് യൂഷ്വലി അൺസൗണ്ട് മൈൻഡും ഒക്കേഷണലി അദ്ദേഹം അൺസൗണ്ട് മൈൻഡും ആണെങ്കിൽ അദ്ദേഹം സൗണ്ട് മൈൻഡായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഇൻ്റർവൽ ടൈമിനുള്ളിൽ അദ്ദേഹത്തിന് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട അത് വാലിഡ് കോൺട്രാക്റ്റ് ആണ്. അതാണ് എൻ്റെ ലീഗൽ പ്രൊവിഷൻസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ച സൈലൻസ് എമൗണ്ട് ടു ഫ്രോഡ്. ഞാൻ നിങ്ങളത് പറഞ്ഞിരുന്നു, സൈലൻ്റ് ആയിട്ടിരുന്നാൽ അത് ഫ്രോഡ് ആകുമോ, സൈലൻ്റ് ആയിട്ടിരുന്നാൽ അത് ഫ്രോഡ് ആകില്ല, അതാണ് ജനറൽ റൂൾ. പക്ഷേ അതിൽ കുറച്ച് എക്സംഷൻ കേസസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഒന്നാമത്തത് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്, രണ്ടാം കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്, തേർഡ് വൺ കോൺട്രാക്ട് ഓഫ് മാരേജ്, പിന്നെ കോൺട്രാക്ട് ഓഫ് ഷെയർ അലോട്ട്മെൻറ്റ്, പിന്നെ ഫാമിലി മാരേജ് അല്ലെങ്കിൽ ഫാമിലി സെറ്റിൽമെൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇരുന്നാൽ അത് ഫ്രോഡാവും. പിന്നെ അതുപോലെ വെൻ ദെയർ ഈസ് ഇക്വൽ സ്പീച്ച്, നമ്മൾ സംസാരിച്ചതിന് തുല്യമാവുന്ന കേസിലും അത് ഫ്രോഡായി മാറും. പിന്നെ അതുപോലെ നമ്മൾ ഒരു കാര്യത്തെ കുറച്ച് സത്യവും കുറച്ച് കള്ളവും പറഞ്ഞാൽ ആ പറഞ്ഞ സത്യം കൂടെ കള്ളമാവും. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫ്രോഡായി ചിത്രീകരിക്കും. അപ്പം ഇങ്ങനെ എക്സംഷണൽ കേസസ് ഒഴികെ ബാക്കി എല്ലാ കേസിലും നമ്മൾ മിണ്ടാതിരുന്നാലും അത് ഫ്രോഡായി മാറില്ല. കാരണം എന്താ, ഇപ്പം ഞാനാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു കടയിൽ പോയി ഞാനിപ്പോൾ ഒരു വ്യാപാരിയെടുത്ത് പോയി എനിക്കൊരു ഗുഡ്സ് വേണം. ആ ഗുഡ്സ് എന്ത് പർപ്പസിനാണ് ആ ഗുഡ്സ് ഉപയോഗിക്കുന്നത് എനിക്കറിയാം. ഞാൻ ഇന്ന പർപ്പസിന് വേണ്ടി ഒരു ഗുഡ്സ് വാങ്ങിക്കുന്നതെന്ന് വെച്ചോ, ആ ട്രേഡറിൻ്റെ അടുത്ത് ഞാൻ പോയി എനിക്ക് ഇന്ന ഗുഡ്സ് വേണമെന്ന് ഞാൻ പറയാം. പക്ഷേ ട്രേഡറിന് അറിയത്തില്ല ഞാൻ ഇന്ന സാധനത്തിന് വേണ്ടിയ ഗുഡ്സ് വാങ്ങിക്കുന്നത് ട്രേഡറിനടുത്ത് ഗുഡ്സ് ചോദിച്ചപ്പം ട്രേഡർ ആ ഒരു ഗുഡ്സ് മോശമാണെങ്കിലും ട്രേഡർ അതിൻ്റെ അടുത്ത് മറച്ച് വെച്ചാൽ അത് ഫ്രോഡായി മാറത്തില്ല. കാരണം എന്താ, അവിടെ ലെറ്റ് ദ ബയർ ബിവെയർ, അതായത് ബയറാണ് അവിടെ അവെയറായിരിക്കേണ്ടത്. ബയറിന് എന്നെ സംബന്ധിച്ച് അത് എന്ത് പർപ്പസിനാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പർപ്പസിനാണ് ഗുഡ്സ് മാച്ച് ചെയ്യുന്നത് ഞാൻ വേണം അവിടെ അവെയറായി ഇരിക്കേണ്ടത്. അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ അത് ഫ്രോഡായി മാറത്തില്ല. ഇനി ഫ്രോഡായി മാറും എന്നുള്ള കേസിൽ ഞാൻ ചോദിക്കുക സെല്ലറിനോട് ഈ ഗുഡ്സ് എൻ്റെ പർപ്പസ് പറഞ്ഞു കൊടുത്തത് ഇന്ന പർപ്പസിന് എനിക്ക് ഉപയോഗിക്കാനേ ഈ ഗുഡ്സ് ഇന്ന പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാൻ സെല്ലറിനോട് ഞാൻ എടുത്ത് ചോദിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഈ ഒരു ഗുഡ്സിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഞാൻ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ആ സെല്ലറിനെ സംബന്ധിച്ച് സെല്ലർ അത് ഇവിടെ സൈലൻ്റായിട്ടിരുന്നാലും അത് ഫ്രോഡായി മാറും. അപ്പോൾ ആ ഒരു കേസ് ഇവിടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ അതാണ് ഇവിടെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ.
എക്സംഷൻ കേസസ് അവരോട് പറയുന്നുണ്ട് ഹാഫ് ട്രൂത്ത് വെൻ വെർ സൈലൻസ് ഈസ് ഈക്വൽ ടു സ്പീച്ച് വെൻ ദ പാർട്ടി സ്റ്റാൻഡ് റെഫ്യൂഷൻ റിലേഷൻഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2014 ചോദിച്ചാണ് ജൂണിൽ എക്സ് ബൈ ഫ്രം വൈ എ പെയിൻറ്റിങ് വിച്ച് ബോത്ത് ബിലീവ് ടു ബി വർക്ക് ഓഫ് ആൻ ഓൾഡ് മാസ്റ്റർ പീസ് ആൻഡ് ഫോർ വിച്ച് ഈസഡ് പേ ഹൈ പ്രൈസ് ദ പെയിൻറ്റിങ് ടേൺ out to be only a modern copy. Discuss the validity of contract. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു മിസ്റ്റേക്കോട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. മിസ്റ്റേക്കുള്ളിരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ് വയ്യയുടെ കയ്യിൽ നിന്നും ഒരു പെയിൻറ്റിങ് വാങ്ങിച്ചു. അവർ രണ്ടുപേരും ബോത്ത് ബിലീവ് അവർ രണ്ടുപേരും വിശ്വസിച്ചിരുന്നത് എന്താ, ഇതൊരു ഓൾഡ് മാസ്റ്റർ പീസാണ്. എക്സ് ഒരു ഹൈ പ്രൈസൊക്കെ പേ ചെയ്തു. ദ പെയിൻറ്റിങ് ടേൺ ഔട്ട് ബി ഒൺലി എ മോഡേൺ കോപ്പി. ഇത് ആ ഒരു ഇതിൻ്റെ മോഡേൺ കോപ്പി മാത്രമാണ് ഈ ഒരു പെയിൻറ്റിങ്. ഈ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുക. ഇവിടെ രണ്ടുപേരും വിശ്വസിച്ചിരുന്നത് എന്താ, ഇത് ഒരു ഓൾഡ് മാസ്റ്റർ പീസ് ഉള്ളൊരു വർക്കാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഒരു പെയിൻറ്റിംഗ് ആണെന്ന് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇതെന്താണ്, അതിൻ്റെ മോഡേൺ കോപ്പി മാത്രമാണ്. രണ്ടുപേർക്കും മിസ്റ്റേക്ക് പറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവോ? ഇത് കംപ്ലീറ്റ്ലി വോയിഡാണ്, അബ്സല്യൂട്ട്ലി വോയിഡാണ്. നോക്കാം. ദ കോൺട്രാക്ട് ഈസ് അബ്സല്യൂട്ട്ലി വോയിഡ് ആസ് ദെയർ എ മ്യൂച്വൽ മിസ്റ്റേക്ക് ഓഫ് ബോത്ത് ദ പാർട്ടീസ് as to substance or quality of the subject matter going to be very root of the contract. In case of bilateral mistake of essential fact, the agreement is void ab initio as per the section 20 of the Indian Contract Act 1872. രണ്ട് പാർട്ടീസിന് മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് വോയിഡ് കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വോയിഡ് ആണെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ്. ക്ലിയർ ആണോ? നമ്മൾ മിസ്റ്റേക്ക് പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് തരം മിസ്റ്റേക്കാണ് മെയിനായിട്ട് പഠിക്കുന്നത്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും മിസ്റ്റേക്ക് ഓഫ് ലോയും. അതിനകത്ത് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനകത്ത് വരുന്നതാണ് ബൈലാറ്ററൽ മിസ്റ്റേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വേർ ബോത്ത് ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എസെൻഷ്യൽ ടു ദ എഗ്രിമെൻറ്റ്. രണ്ട് പാർട്ടീസിനും ഒരുപോലെ മിസ്റ്റേക്ക് പറ്റുകയാണ് എങ്കിൽ, ആ ഒരു എഗ്രിമെൻറ്റ് പറ്റുകയാണെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റ് എന്താണ്, വോയിഡ് ആണ്. എഗ്രിമെൻറ്റ് ഹിയർ ഈസ് വോയിഡ്. നോ കൺസെൻസ് ആൻഡ് ഇടം, നോ മീറ്റിംഗ് ഓഫ് മൈൻഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഈസ് വോയിഡ്. അവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു കൺസെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അവർ രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ്, രണ്ടുപേർക്കും അവിടെ മിസ്റ്റേക്ക് പറ്റി. അതുകൊണ്ട് തന്നെ ആ ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആയിരുന്നു ആ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും. ഇനി ഇതൊരു ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആവണമെങ്കിൽ ഇനി നമ്മൾ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെ കണ്ടീഷൻസ്? ഒന്നാമത്തെ കണ്ടീഷൻ, ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് മ്യൂച്വലാണ്. നമ്മുടെ കേസിൽ മിസ്റ്റേക്ക് പറ്റുന്നത് മ്യൂച്വലാണ്. എക്സിനും വൈക്കും ഒരുപോലെ മിസ്റ്റേക്ക് പറ്റി, കമ്മിറ്റഡ് ബൈ ബോത്ത് പാർട്ടീസ്. രണ്ടാമത്തെ എന്താ, മിസ്റ്റേക്ക് മസ്റ്റ് ബി റിഗാർഡിങ് സം ഫാക്റ്റ്. എന്തെങ്കിലും ഒരു ഫാക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കാണ്. ഇവിടെ എന്താണ്, ആ ഒരു പെയിൻറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കാണ്. ഇറ്റ് മസ്റ്റ് ബി രണ്ട് ഫാക്ട് വിച്ച് ഈസ് എസെൻഷ്യൽ ടു ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിനെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റോട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരിക്കണം. ഇവിടെ ആ കോൺട്രാക്റ്റിനെ എസെൻഷ്യൽ ആയിട്ട് ഇവിടെ എന്താ, കൺസെൻസ്, അതായത് അവർ തമ്മിൽ ഒരു ഫ്രീ കൺസെൻ അല്ല ഇവിടെ നടന്നത്. മിസ്റ്റേക്ക് വരെയുള്ള ഒരു ഇതാണ് നടന്നത്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഇങ്ങനൊരു വാങ്ങലോ വിൽക്കലോ ഒന്നും നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ ആയിട്ട് ഫാക്റ്റിനെ റിലേറ്റ് ചെയ്തൊരു മിസ്റ്റേക്ക് നടന്നതുകൊണ്ട് തന്നെ ഇത് ബൈലാറ്ററൽ മിസ്റ്റേക്ക് നമുക്ക് പറയാം. ഈ ഒരു 3 കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അതൊക്കെ നമ്മൾ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി പിടിപ്പിക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത്, ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് അക്സെപ്റ്റൻസ്. അതായത് അക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ എസെൻഷ്യൽ എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. പോയിൻ്റ് ഔട്ട് നോക്കാം. എക്സ്പ്ലനേഷൻ വേണ്ട, നിങ്ങൾ എക്സ്പ്ലനേഷൻ വായിച്ച് നോക്കുക. ഓക്കെ. ഒന്നാമത്തെ പോയിന്റ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ഇറ്റ് മസ്റ്റ് കൺഫേം ടു ദ ഓഫർ. അക്സെപ്റ്റൻസ് എന്നത് അബ്സല്യൂട്ടും അൺക്വാളിഫൈഡും ആയിരിക്കണം. പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. പിന്നെന്താ, സ്പെസിഫിക് ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ എ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്. അക്സെപ്റ്റഡ് മേ ബി എക്സ്പ്രസ്ഡ് ആവാം, ഇംപ്ലൈഡ് ആവാം. അക്സെപ്റ്റൻസ് ഷുഡ് ബി ഓഫ് ദ ഹോൾ പ്രപ്പോസൽ ആൻഡ് നോട്ട് ഇൻ പാർട്ട് അക്സെപ്റ്റൻസ്. അതായത് നമ്മൾ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്യണം, അതായത് പാർട്ട് അക്സെപ്റ്റ് ചെയ്താൽ അത് വാലിഡ് അക്സെപ്റ്റൻസ് അല്ല. പിന്നെന്താ, അക്സെപ്റ്റൻസ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ്ഡ് ഓർ യൂഷ്വൽ ആൻഡ് റീസണബിൾ മോഡ്. ഒരു സ്പെസിഫൈഡ് മോഡ് ഈ രീതിയിൽ ഞാനൊരു ഒരാൾക്ക് ഓഫർ കൊടുത്തു, അയാൾ എന്നിട്ട് പറയാം, നീ ടെലിഫോൺ വഴി മാത്രമേ എനിക്ക്, അല്ലെങ്കിൽ നീ മെയിൽ വഴി മാത്രമേ എൻ്റെ അക്സെപ്റ്റൻസ് എനിക്ക് അയക്കാനുള്ള, മെയിൽ വഴി മാത്രമേ അദ്ദേഹം എനിക്ക് അക്സെപ്റ്റൻസ് അയക്കാവൂ. അല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ചൊരു മോഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു റീസണബിൾ മോഡിനുള്ളിൽ തന്നെ അക്സെപ്റ്റൻസ് അയക്കണം. ഇനി കമ്മ്യൂണിക്കേഷൻ അക്സെപ്റ്റൻസ് ഈസ് മസ്റ്റ്. അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും അവരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ലാപ്സ്. അതായത് അക്സെപ്റ്റൻസ് നമുക്ക് ലാപ്സ് ചെയ്യാം, റിവോക്ക് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയാണ് അക്സെപ്റ്റൻസിൻ്റെ വാലിഡ് എസെൻഷ്യൽ എലമെൻറ്റ്സ്.
ഇനി നോക്കിക്കേ, ഡസ് സൈലൻസ് എമൗണ്ട് ടു ഫ്രോഡ് എക്സ്പ്ലെയിൻ വിത്ത് എക്സംഷൻ ആൻഡ് ടൈപ്സ് സൈലൻസ് എമൗണ്ട് ടു ഫ്രോഡ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ. അതായത് സൈലൻ്റ് ആയിട്ട് അത് ഫ്രോഡ് ആകുമോ, അതിൻ്റെ എക്സംഷനും കാര്യങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞത് 9 മാർക്ക്. നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, നമ്മൾ ഡിസ്കസ് പിന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി വാട്ട് ആർ ദ പൊസിഷൻ ഓഫ് മൈനർ എഗ്രിമെൻറ്റ് ആൻഡ് എഫക്റ്റ് ദെയർ ഓഫ്. അതായത് മൈനറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട അതിൻ്റെ പൊസിഷനും അതിൻ്റെ എഫക്ട്സ് ഒക്കെയാണ്. നമ്മളൊരു 11ഓളം പോയിന്റ് നമ്മൾ റിവിഷനിൽ ഡിസ്കസ് ചെയ്ത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത് പറയുന്നില്ല. ഇനി അടുത്ത് വയ്ക്കുക, ഡിസ്കസ് ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ടെർമിനേറ്റിംഗ് കോൺട്രാക്ട് റിലേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. അതായത് ഇത് നമ്മൾ സെക്ഷൻ ബിയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടുന്ന ഒരു പോർഷനാണ്. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് കുറച്ച് മോഡ്സ് ഉണ്ട് നമ്മുടെ കോൺട്രാക്ട് റിലേഷൻഷിപ്പ്, പാർട്ടീസ് നമ്മളെ കോൺട്രാക്ട് റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. അതിനകത്ത് ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്, അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ട്. ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയെന്ന് ഒരു കോൺട്രാക്ട് ഏർപ്പെട്ട ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഉദ്ദേശങ്ങൾ ഫുൾഫിൽ ചെയ്തു, എന്നാൽ അത് ആക്ച്വൽ പെർഫോമൻസ് ആയി. അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾക്ക് ഒരു ഓഫർ കൊടുത്തു, പക്ഷേ അയാൾ ഓഫർ അക്സെപ്റ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ അത് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആയി മാറും. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ്. അത് നമുക്കൊരു 5 കേസ് പഠിക്കാനുണ്ട്. നൊവേഷൻ, ആൾട്രേഷൻ, റെസഷൻ, റിവിഷൻ, വേവർ. തേർഡ് വൺ ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. നമ്മൾ കൊടുത്ത ടൈമിനുള്ളിൽ അയാൾ അക്സെപ്റ്റ് നൽകിയില്ല എങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് എന്തോ ആയി മാറും, ആ കോൺട്രാക്റ്റ് എന്തോ ആയി മാറും, ഡിസ്ചാർജ് ആയി പോകും, ടെർമിനേറ്റ് ആയി പോകും. ഇനി ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, അവിടെയും 4 കേസുണ്ട്. ഡെത്ത്, ഇൻസോൾവൻസി, അൺഓതറൈസ്ഡ് മെറ്റീരിയൽ ആൾട്രേഷൻ, മെർജർ. ഇനി ഫിഫ്ത്ത് മോഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. സിക്സ്ത് വൺ ഡിസ്ചാർജ് ബൈ ബ്രീച്ച്. അപ്പം ഇങ്ങനെ 5 കേസസിലാണ് നമ്മുടെ കോൺട്രാക്ട് പാർട്ടീസ് നമ്മളെ കോൺട്രാക്ട് റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ആവുന്ന മോഡ്സുകൾ. ഓക്കെ, ഇനി ഡിസ്കസ് ദ റെമഡീസ് അവൈലബിൾ ടു ബയർ അഗൈൻസ്റ്റ് സെല്ലർ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നോക്കാം. ഇനി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ഇതാണ് ഇന്ന് തുടർന്ന് നമ്മുടെ കേസ് സ്റ്റഡിയിലോട്ട് നമ്മൾ ചൂഴ്ന്നിറങ്ങുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആണോ? ഓക്കെ ആണോ? നമുക്ക് നല്ല ഉഷാറായിട്ടിരിക്കണം. ഇതുവരെയും ഉഷാറായിട്ടാണ് ഇരുന്നത്, പക്ഷേ ഇപ്പോൾ ഇച്ചിരി കൂടി ഉഷാറായിട്ടിരിക്കണം. കേസ് സ്റ്റഡീസ് പല സ്റ്റുഡൻസിനും ചെയ്യാൻ പറ്റാത്തതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. കമൻറ്റ് ഓൺ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ലീഗൽ പ്രൊവിഷൻസ്. ഓക്കെ, അപ്പം നമ്മൾ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ മേനോൻ ഓൺ 1st December 2012 ടു സെൽ ഹിസ് ഹൗസ് ടു മിസ്റ്റർ പോൾസൺ അറ്റ് Indian rupees 35 lakhs. Mr. Potson accepted by email on 2nd December 2012 at 8 a.m. At 10 a.m. Mr. Paulson sent a fax revoking the acceptance. Both email and fax reached Menon at the same time, hence this valid. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിസ്റ്റർ മേനോൻ ആണെങ്കിൽ 1st December 2012 തൻ്റെ ഹൗസ് മിസ്റ്റർ പോൾസണ് ഇന്ത്യൻ റുപ്പീസ് 35 lakhന് വെക്കാൻ വേണ്ടി ഒരു ഓഫർ കൊടുത്തു. മിസ്റ്റർ പോൾസൺ അക്സെപ്റ്റ് ചെയ്തു ബൈ ഇമെയിൽ വഴി. എന്നാ അക്സെപ്റ്റ് ചെയ്തത്? 2nd December 2012 അദ്ദേഹം ഇമെയിൽ വഴി അക്സെപ്റ്റ് ഒക്കെ നടത്തി 8 മണിക്ക്. പക്ഷേ 10 മണിയായപ്പോൾ അദ്ദേഹം തോന്നി ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യേണ്ട, റിവോക്ക് ചെയ്യാം അല്ലെങ്കിൽ ലാപ്സ് ചെയ്യാൻ തോന്നി. അപ്പോൾ അദ്ദേഹം എന്തോ ചെയ്തു? മിസ്റ്റർ പോൾസൺ ആണെങ്കിൽ ഫാക്സ് വഴിയാണെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് അയച്ചു, റിവോക്കിംഗ് ഓഫ് അക്സെപ്റ്റൻസ് അയച്ചു. പക്ഷേ ബോത്ത് ഇമെയിൽ ആൻഡ് ഫാക്സ്, ഈ ഇമെയിലും അക്സെപ്റ്റൻസ് ചെയ്ത ഇമെയിൽ വഴി അയച്ച അക്സെപ്റ്റൻസും റിവോക്കേഷൻ ഓഫ് ഫാക്സ് വഴി അയച്ച റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസും സെയിം ടൈമിന് മേനോൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുമോ? അതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. വെൻ ദ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ആൻഡ് ലെറ്റർ ഓഫ് റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് റിച്ച് ദ പേഴ്സൺ അറ്റ് ദ സെയിം ടൈം, ദ എഫക്റ്റീവ് ലെറ്റർ വിൽ ബി ദാറ്റ് ലെറ്റർ വിച്ച് be received open fast. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ആ മേനോൻ എന്ന് പറഞ്ഞ ആ വ്യക്തി, ആ പേഴ്സൺ ഏത് ലെറ്ററാണോ അല്ലെങ്കിൽ മെയിലാണോ ഈ ഫാക്സ് ആണോ ആദ്യം അക്സെപ്റ്റൻസ് ആണോ റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആണോ ആദ്യം ഓപ്പൺ ആക്കുന്നത് അനുസരിച്ചിരിക്കും ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണോ വോയിഡ് ആണോ അറിയാം. അക്സെപ്റ്റൻസ് ആദ്യമേ ഓപ്പൺ ആക്കുന്നെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ്ലി വാലിഡ് ആവും. റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആദ്യമേ ഓപ്പൺ ആക്കി ആ ഒരു കോൺട്രാക്റ്റ് അവിടെ വെച്ച് അങ്ങ് നിന്ന് പോകും, ലാപ്സായി പോകും, റിവോക്കായി പോകും. നോക്കാം. ഇൻ ദ ഗിവൺ കേസ് ഇഫ് മേനോൻ ഓപ്പൺ ദ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഫസ്റ്റ്, നമ്മൾ ഈ ഒരു കേസിൽ പറയാണ് മേനോൻ ആണെങ്കിൽ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് വുഡ് ബി അക്സെപ്റ്റഡ്. കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇനി മേനോൻ ഓപ്പൺ ചെയ്യുന്നത് റിവോക്കേഷൻ ആണ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ദ ഫസ്റ്റ് കോൺട്രാക്ട് വുഡ് ബി ട്രീറ്റ് ആസ് റിവോക്കഡ്. ആ കോൺട്രാക്ട് ക്യാൻസൽഡ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ റിവോക്കഡ് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ, എങ്ങനെ ആൻസർ എഴുതണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, സെക്കൻഡ് വൺ നോക്കിക്കേ.
അതും ലീഗൽ പ്രൊവിഷൻസ് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. മിസ്റ്റർ എ ഓഫർ ടു ബൈ മിസ്റ്റർ ബീസ് ഹൗസ് ഓൺ സർട്ടൺ ടേംസ്. Acceptance was to send by B within 6 weeks. B within 1 week send a letter accepting the offer with an alteration of one term. A then withdraw his offer. B write again within 3 weeks accepting the terms original proposed by A. Hence this is a valid contract. അതായത് മിസ്റ്റർ എ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൗസ് മിസ്റ്റർ ബിക്ക് സർട്ടൺ ടേംസിലൊക്കെ ഒരു ഓഫർ വെച്ചു. മിസ്റ്റർ എയുടെ ഹൗസ് മിസ്റ്റർ ബിക്ക് ഒരു ഓഫർ വെച്ചു. അപ്പം മിസ്റ്റർ ബി എന്തോ ചെയ്തു, മിസ്റ്റർ ബി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 6 വീക്കിനുള്ളിൽ അക്സെപ്റ്റൻസ് അറിയിക്കേണ്ടത്. പക്ഷേ മിസ്റ്റർ ബി ആണെങ്കിൽ 1 വീക്കിനുള്ളിൽ തന്നെ അക്സെപ്റ്റൻസ് ലെറ്റർ അറിയിച്ചു. പക്ഷേ ആ തന്ന ഓഫറിനകത്ത് കുറച്ച് ആൾട്രേഷൻസ് വരുത്തിയ അക്സെപ്റ്റൻസ് ലെറ്റർ 1 വീക്കിനുള്ളിൽ അറിയിച്ചത്. അങ്ങനെ അറിയിച്ചപ്പോൾ നമ്മുടെ എ എന്തോ ചെയ്തു, എ ആണെങ്കിൽ ആ ഒരു ഓഫർ വിഡ്രോ ചെയ്തു. പിന്നീട് എന്തോ ചെയ്തു, ബി ആണെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ഒറിജിനൽ ഓഫർ ഒരു മാറ്റവും വരുത്താതെ ഒറിജിനൽ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുമോ നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്രോസ് അല്ല, ഒരു കൗണ്ടർ ഓഫറിൻ്റെ കാര്യമാണ്, നമുക്ക് നോക്കാം. ദ ഒറിജിനൽ ഓഫർ പ്രൊപ്പോസ്ഡ് ഓഫ് എ വാസ് ആൾട്ടേഡ് ബൈ ബി. അതായത് എ അയച്ച ഒറിജിനൽ ഓഫർ ബി ആൾട്ടർ ചെയ്തു. ദിസ് എമൗണ്ട് ടു ഡെത്ത് ഓഫ് ദ ഒറിജിനൽ ഓഫർ. അതോടെ അവിടെ എന്തോ ആയിപ്പോയി, ആ ഒരു കാര്യം നമ്മുടെ ബി ആണെന്നൊരു കണ്ടീഷൻ വെച്ച് അക്സെപ്റ്റ് ചെയ്തപ്പോൾ ആ ഒറിജിനൽ ഓഫറോട് ഡെത്ത് ആയിപ്പോയി, അതവിടെ നിന്ന് പോയെന്നാണ് പറയുന്നത്. ബീസ് പ്രപ്പോസൽ ഈസ് കൗണ്ടർ ഓഫർ വിച്ച് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് എ ഫ്രഷ് പ്രപ്പോസൽ. This is not a valid contract even if B agreed to accept the original terms because the original contract was the death when it terms were first altered. അത് ഫസ്റ്റ് ആൾട്ടർ ആയി പോയത് കൊണ്ട് തന്നെ ഇതൊരു വാലിഡ് കോൺട്രാക്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബി അത് പിന്നീട് ആ ഒറിജിനൽ ഓഫർ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ പോലും, അത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ബി അത് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ പോലും ആ ഒരു ഫ്രഷ് ആ ഒരു ഓഫർ, ആ ഒറിജിനൽ പ്രപ്പോസൽ അവിടെ ഫസ്റ്റ് ആൾട്ടർ വന്നതുകൊണ്ട് തന്നെ ഇതൊരു വാലിഡ് കോൺട്രാക്റ്റാണ്. ഈ ഒരു കോൺട്രാക്റ്റിനെ വാലിഡായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. അതാണ് അതിന് കാര്യങ്ങളൊക്കെ ലീഗൽ പ്രൊവിഷൻസ് നമ്മൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇനി നോക്കിക്കേ. റെഫറിംഗ് ടു കോറൽ ആൻഡ് ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ദ ഹസ്ബൻഡ് എഗ്രീഡ് ടു എക്സിക്യൂട്ട് ആൻഡ് രജിസ്റ്റർ എ ഡോക്യുമെൻറ്റ് ഇൻ ഫേവർ ഓഫ് ഹിസ് വൈഫ് ടു ട്രാൻസ്ഫർ വൺ ഓഫ് ഹിസ് പ്രോപ്പർട്ടീസ് ടു ഹിസ് വൈഫ്. ലേറ്റർ ഓൺ ഹസ്ബൻഡ് റിഫ്യൂസ്ഡ് വെദർ വൈഫ് ക്യാൻ എൻഫോഴ്സ്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോറലും ഡിസഗ്രിമെൻറ്റ് അവർ തമ്മിൽ വഴക്കും പ്രശ്നത്തിലായിരിക്കെ നമ്മുടെ ഹസ്ബൻഡ് എന്തോ ചെയ്തു, ഹസ്ബൻഡ് ആണെങ്കിൽ നമ്മുടെ വൈഫിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഹസ്ബൻഡ് വൈഫിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് ഡോക്യുമെൻ്റൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. പിന്നീട് എന്തോ ചെയ്തു, അദ്ദേഹം ആ ഒരു കാര്യം നിരസിച്ചു. അങ്ങനെ ഇരിക്കെ നമ്മുടെ വൈഫിനത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആൻസർ നമ്മൾ എന്തോ വേണമെങ്കിൽ ചിന്തിക്കാൻ, ഇവിടെ അങ്ങനെ പറ്റത്തില്ല. കാരണം എന്താ, ഈ ഒരു കോൺട്രാക്റ്റ് പ്രത്യേകിച്ച് ഒന്നാമത്തെ അതിനകത്ത് ഈ ഒരു കോൺട്രാക്റ്റ് കൺസിഡറേഷൻ ഇല്ലാത്തൊരു കോൺട്രാക്റ്റ് എന്താണ്, ന്യൂഡം പാക്റ്റമാണ്. പക്ഷേ അതൊന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും, ഈ ഒരു കോൺട്രാക്ട് വാലിഡ് ആക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു കോൺട്രാക്ട് വാലിഡ് ആക്കാൻ പറ്റും. ഇവർ തമ്മിൽ ഒരു നിയർ റിലേഷൻഷിപ്പും ഒരു ഫിഡൂഷ്യറി റിലേഷൻഷിപ്പും ആയിരിക്കണം. ഇവർ ഫിഡൂഷ്യറി റിലേഷൻഷിപ്പ് ആണോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്, പക്ഷേ എങ്കിൽ പോലും ഇവർ വഴക്കിലും പ്രശ്നത്തിലും ഇരിക്കുക ഒരു ഹസ്ബൻഡ് വൈഫിന് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞത്, പിന്നീട് ഹസ്ബൻഡ് അത് നിരസിക്കുകയും ചെയ്തു, റെഫ്യൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുക ഇവർ തമ്മിൽ ഫിഡൂഷ്യറി റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്റ്റ്, ഈ ഒരു പ്രസൻറ്റ് കേസിൽ ഈ ഒരു കോൺട്രാക്റ്റ് അവർക്ക് വാലിഡ് ആക്കാൻ വേണ്ടി പറ്റത്തില്ല, അല്ലെങ്കിൽ വൈഫിന് ഇതിനെതിരെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നോക്കാം ആൻസർ അങ്ങനെ എഴുതിയേക്കുന്നതെന്ന്. ദ വൈഫ് വിൽ നോട്ട് സക്സീഡ് ബിക്കോസ് ദ കോൺട്രാക്ട് ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ ബട്ട് ദെയർ ഈസ് എൻ എക്സിസ്റ്റൻസ് ഓഫ് മ്യൂച്വൽ ലവ് ആൻഡ് അഫെക്ഷൻ സച്ച് ട്രാൻസ്ഫർ ഈസ് വാലിഡ് ഇൻ ദ ഐസ് ഓഫ് ലോ. കൺസിഡറേഷൻ ഇല്ലാത്തൊരു കോൺട്രാക്റ്റ് വാലിഡ് അല്ല, കൺസിഡറേഷൻ ഇല്ലാത്തൊരു കോൺട്രാക്റ്റ് വാലിഡ് അല്ല. എങ്കിൽ പോലും നമ്മൾ ഒരു മ്യൂച്വൽ ലവ് ആൻഡ് അഫെക്ഷന് പുറത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അങ്ങനെ ട്രാൻസ്ഫർ നടത്തുകയാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്താ, നമ്മുടെ ലോയുടെ കണ്ണിൽ അത് ആ ഒരു കോൺട്രാക്റ്റ് വാലിഡാണ്. പക്ഷേ ഇവിടെ എന്താ, എപ്പോഴും ലോയുടെ കണ്ണിൽ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നത്, അവർ പിന്നെ മ്യൂച്വൽ ലവ് ആൻഡ് അഫെക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ആ ലോയുടെ കണ്ണിൽ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡാണ്. പക്ഷേ ഇവിടുത്തെ കേസ്, ഇൻ ദ പ്രസൻറ്റ് കേസ് ദ ട്രാൻസ്ഫർ ഈസ് ഡ്യൂ ടു കോറൽ ആൻഡ് ആർഗ്യുമെൻറ്റ് ആൻഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. അവർ തമ്മിൽ മ്യൂച്വൽ ലവ് ആൻഡ് അഫെക്ഷനും അല്ല, കോറൽ ആൻഡ് എഗ്രിമെൻറ്റും ആണ്, കോറൽ ആൻഡ് ഡിസഗ്രിമെൻറ്റും ആർഗ്യുമെൻറ്റും ആണ്, കൺസിഡറേഷൻ ഇല്ലേന്ന് തരാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവാനുള്ള എസെൻഷ്യൽസ് ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ വൈഫിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേസ് സ്റ്റഡി വരുന്നതും ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ പ്രൊവിഷൻസ് ഇങ്ങനെ
ചിന്തിച്ചാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. സിമ്പിളല്ലേ? സിമ്പിളാണ്. നിങ്ങൾ നല്ലപോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലോ എന്ന് പറഞ്ഞ് വിട്ട് കളയാതെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സംഷനിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഓക്കെ. ഇനി അടുത്ത് നോക്കിക്കേ. അരുൺ, വരുൺ, തരുൺ ആർ പാർട്ട്നേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ ബിസിനസ് ആൻഡ് ജോയിൻലി പ്രോമിസ് ടു പേ ₹60,000 ടു കരുൺ. അതായത് അരുണും വരുണും തരുണും കൂടെ പാർട്ട്നേഴ്സാണ്, സോഫ്റ്റ്വെയർ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സാണ്. അവർ കരുണിന് ഒരു ₹60,000 കൊടുക്കാമെന്ന് പറഞ്ഞു. ഓവർ എ പീരീഡ് ഓഫ് ടൈം അതായത് പീരീഡ് ഓഫ് ടൈമിന് ശേഷം ഓവർ ചെയ്തതിന് ശേഷം വരുൺ ബിക്കം അതിനകത്ത് ആ അരുൺ, വരുൺ, തരുൺ എന്ന പാർട്ട്നറിനകത്ത് വരുൺ പെട്ടെന്ന് ഒരു ദിവസം ഇൻസോൾവൻ്റ് ആയി മാറി. ബട്ട് ഹിസ് അസറ്റ് ആർ സഫിഷ്യൻ ടു പേ 1/4 ഓഫ് ഹിസ് ഡെപ്റ്റ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിനുള്ള അസറ്റ്സിൽ നിന്ന് അദ്ദേഹത്തിന് നമ്മുടെ കരുണിന് കൊടുക്കാനുള്ള പൈസ അദ്ദേഹം ₹60,000 കൊടുക്കാനുള്ളത്. പക്ഷേ ആ ₹60,000 അവർ 3 പാർട്ട്ണറിനും കൂടെ കൊടുക്കേണ്ടത്. അതിപ്പം ഈക്വൽ ആയിരിക്കും കൊടുക്കേണ്ടത്. ഇവിടെ പ്രത്യേകിച്ച് പ്രൊപ്പോർഷൻസ് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം ഈക്വൽ പ്രൊപ്പോർഷൻസിലായിരിക്കും കൊടുക്കണം. അപ്പോൾ ഒരാൾ 20,000 വെച്ച് കൊടുക്കാം. ആ 20,000 1/4 വരെ അദ്ദേഹത്തിന് ആ അസറ്റിൽ നിന്ന് സഫീഷ്യൻ്റ് ആയിട്ട് പേ ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി ₹15,000 കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ. തരുൺ ഈസ് കമ്മിൾ ടു പേ ദ ഹോൾ. പക്ഷേ തരുൺ അവിടെ ഫുൾ പേയും ഹോൾ എമൗണ്ടും പേ ചെയ്യാൻ വേണ്ടി കമ്പലാവുകയാണ്. തരുൺ ഫുൾ എമൗണ്ട് കൊടുക്കുകയും ചെയ്തു. ഡിസൈഡ് വെദർ തരുൺ ഈസ് റിക്വയർഡ് ടു പേ ഹോൾ എമൗണ്ട് ഓഫ് കറണ്ട് ഡിസ്ചാർജ് ജോയിൻ പ്രോമിസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? തരുണിന് ആ ഒരു ഹോൾ എമൗണ്ട് കരുണ് കൊടുത്ത എമൗണ്ടില്ലേ അത് മറ്റേ ജോയിൻറ്റ് പ്രോമിസിൻ്റെ കയ്യിൽ നിന്ന് അവരിതിൽ നിന്ന് ഡിസ്ചാർജ് ആകുമോ മൊത്തത്തിൽ, അല്ലെങ്കിൽ തരുണിന് അവരുടെ നിന്ന് ഈ ഒരു എമൗണ്ട് വാങ്ങിച്ചെടുക്കാനുള്ള അധികാരമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അക്കോർഡിംഗ് സെക്ഷൻ 43 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, വെൻ 2 or more പാർട്ട്നേഴ്സ് മേക്കിംഗ് ജോയിൻറ്റ് പ്രോമിസ്, അതായത് 2 or അധികമോ പേഴ്സൺസ് ചേർന്ന് ഒരു ജോയിൻറ്റ് പ്രോമിസ് കൊടുക്കുക. പ്രത്യേകിച്ച് എഗ്രിമെൻറ്റ് പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം എഗ്രിമെൻറ്റ് പറയുകയാണ് എന്താ, ഞങ്ങൾ 3 പേരും കൂടെ വന്നാൽ മാത്രമേ നിനക്ക് പൈസ തന്നാൽ മാത്രമേ നിനക്ക് 3 പേരും കൂടെ വേണം ആ പൈസ വന്ന് തരാൻ. അങ്ങനെ എഗ്രിമെൻറ്റ് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണം തരാം. ഇനി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനകത്ത് ഒരാൾ ഫുൾ എമൗണ്ട് കൊടുത്താലും മതിയെന്ന് അങ്ങനെ പക്ഷേ ആ കൊടുത്ത ആൾക്ക് മറ്റ് 2 പാർട്ട്നേഴ്സും കൂടെ കൊടുക്കണം എപ്പോഴായാലും കേട്ടോ. അപ്പം അങ്ങനെ എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടില്ലാത്ത കേസിൽ നമുക്ക് നോക്കാം. Promise may, in absence of express agreement to the contrary, compel any one or more for such joint promises to perform the whole of the promise. Further, if any one of the 2 or more joint promise make default such contribution, the remaining joint promise must be the loss arising such default in equal shares. Therefore, in this case, Tarun is entitled to receive ₹5,000. അതായത് തരുണിന് കൊടുക്കാം. അതായത് ആര് ഇൻസോൾവൻ്റ്? അത് വരുണാണ് ഇൻസോൾവൻ്റ്. അത് വരുണിന് തരുണിന് കൊടുക്കാൻ പറ്റുന്ന എത്ര രൂപ? ₹20,000. മൊത്തത്തിൽ തരുൺ 2 പാർട്ട്നേഴ്സ് ചേർത്ത് തൻ്റെ 2 ജോയിൻറ്റ് പാർട്ട്നേഴ്സിനോട് ചേർത്ത് ₹60,000 തരുൺ ആർക്ക് കൊടുത്തു? ഹോൾ എമൗണ്ട് ആർക്ക് കൊടുത്തു? നമ്മുടെ കരുണിന് കൊടുത്തു. ഇനി തരുൺ ആരുടെ നിന്ന് ഈ പൈസ വാങ്ങിക്കണം? വരുണിൻ്റെ കയ്യിൽ നിന്നും അരുണിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കണം. അങ്ങനെ ഇരിക്കും നമ്മുടെ വരുൺ ഇൻസോൾവൻ്റ് ആയി. അപ്പം വരുണിന് ₹5,000 അദ്ദേഹത്തിൻ്റെ ആ പ്രോപ്പർട്ടീസ് കൊണ്ട് സഫീഷ്യൻ്റായിട്ട് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വരുണാണെങ്കിൽ ₹5,000 കൊടുത്താൽ മതി. ₹5,000 തരുണിന് കൊടുത്തു. 5,000 എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നത്? 20,000-ന് 1/4 മാത്രമേ തരുണിന് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തോന്നുള്ളത് തരുണും വരുണും കൺഫ്യൂഷനായല്ലേ. അപ്പം തരുണിന് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം തരുണിന് എത്ര രൂപ പേ ചെയ്യാൻ പറ്റത്തുള്ളൂ? അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ 1/4, അതായത് 20,000 കൊടുക്കാനുള്ളത് ഈക്വൽ ഷെയർസ് 3 പേര് 20,000 അങ്ങനെ 60,000. അങ്ങനെ തരുൺ കൊടുക്കണം 20,000, ₹5,000 മാത്രമേ വരുണിന് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ബാക്കി വരുൺ അസറ്റ് ആൻഡ് ബാലൻസ് ₹20 ഫ്രം അരുൺ. ബാക്കി 27,500 ആരുടെ നിന്ന് വാങ്ങിക്കണം? അരുണിൻ്റെ നിന്ന് വാങ്ങണം. എങ്ങനെയാണ് 27,500 വന്നത്? ഒരാൾ 3 പാർട്ട്നേഴ്സും കൂടെ വേണം നമ്മുടെ കരുണിന് പൈസ കൊടുക്കാൻ. അതിനകത്ത് ഒരാൾക്ക് ഇപ്പോൾ 20,000 വെച്ചോണം കൊടുക്കണം. അതിനകത്ത് നമ്മുടെ വരുണാണെങ്കിൽ ഇൻസോൾവൻ്റ് ആവുകയും ചെയ്തു. അപ്പോൾ വരുണിന് ₹5,000 കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ₹5,000 വരുൺ കൊടുത്ത് ബാക്കി ₹15,000 വരുൺ കൊടുക്കാനുള്ള ₹15,000 ആര് ചേർത്ത് നമ്മുടെ കരുണിന് ആരാ ചേർത്ത് കരുണിന് കൊടുക്കേണ്ടത്? നമ്മുടെ തരുണും അരുണും കൂടെ വേണം ചേർത്ത് കൊടുക്കണം. ഇവിടെ തരുണാണെങ്കിൽ ഫുൾ എമൗണ്ട് ആർക്ക് കൊടുത്തു? നമ്മുടെ കരുണിന് കൊടുത്തു. അപ്പം ഈ അരുൺ തരുണിന് പൈസ കൊടുക്കണം. അപ്പം അരുണിൻ്റെ 20,000 ബാക്കി 15,000-ന് ഹാഫ്. 15,000-ന് ഹാഫ് എന്ന് പറഞ്ഞാൽ 7,500. അങ്ങനെ 20,000 + 7,500 അരുൺ ആർക്ക് കൊടുക്കണം? തരുണിന് കൊടുക്കണം. 27,500 ബാക്കി 27,500 ആര് കൊടുക്കണം?
ബാക്കി 75,000 ആരും ഇവിടെ കൊടുക്കണ്ട. കാരണം ഹോൾ എമൗണ്ട് അടച്ചത് ആരാണ് ഇവിടെ? കരുണാണ്. കൺഫ്യൂഷൻ ആയില്ലെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ഇച്ചിരി എമൗണ്ട് ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് അതിനെ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന കാര്യം തന്നെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട് നമുക്ക് പോകാം. ഇനി W offered to sell his house to M for rupees 40 lakh. M replied purporting to accept the offer and enclosed a check for rupees 20 lakh. He also promised to pay the balance amount in 20 equal installment. Examine the validity of contract. ഇവിടെ ചോദിച്ചിരിക്കുന്ന W എന്ന് പറഞ്ഞ വ്യക്തി എമ്മിന് തൻ്റെ ഹൗസ് 40 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ഓഫർ കൊടുക്കുക. എം ആണെങ്കിൽ അത് എം റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ, ഞാൻ 20 ലക്ഷം രൂപ ഇപ്പം ചെക്കായിട്ട് തരാം, ബാക്കി 20 ലക്ഷം രൂപ ബാലൻസ് എമൗണ്ട് ഞാൻ 20 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയാണ് ഈ ഒരു കോൺട്രാക്ട് വാലിഡ് ആവും. അപ്പോൾ നിങ്ങൾ വയ്ക്കും വാലിഡ് കോൺട്രാക്ട് ഉടനെ എഴുതി വെക്കുമോ? എഴുതി വെക്കരുത്, കംപ്ലീറ്റ്ലി തെറ്റാണ്. നോക്കാം ആൻസറിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. കണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആണ്. ഇവിടെ കണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു അക്സെപ്റ്റൻസ് വാലിഡ് അക്സെപ്റ്റൻസ് ആണോ? അല്ല. ഈ ഒരു അക്സെപ്റ്റൻസ് വാലിഡ് അക്സെപ്റ്റൻസ് അല്ല. നമ്മൾ അക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് പഠിച്ച് നമ്മൾ പഠിച്ചിരുന്നത് എന്താ? നമ്മുടെ ഒരു അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ഹോളായിട്ട് അക്സെപ്റ്റൻസ് ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ പാർട്ടായിട്ടൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുന്നെങ്കിൽ അക്സെപ്റ്റൻസ് ഹോളായിട്ട് തന്നെ ഫുള്ളായിട്ട് തന്നെ അത് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ എം ആണെങ്കിൽ അത് പാർട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ ഇതൊരു വാലിഡിറ്റി കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി ആയിട്ട് മാറുന്നത്. ഇത് വോയിഡ് കോൺട്രാക്റ്റായി മാറും. നോക്കാം. അക്സെപ്റ്റൻസ് ഓഫ് ആൻ ഓഫർ മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ഇറ്റ് മസ്റ്റ് conform to the other, and acceptance in order to binding must be absolute and unqualified in respect of all terms of the offer, whether material or immaterial, major or minor. In case provided acceptance is qualified acceptance, hence it would not result in a valid contract. നമ്മൾ ഡിസ്കസ് ചെയ്ത് കണ്ടാൽ ഇതൊരു വാലിഡ് കോൺട്രാക്റ്റിനെ മാറില്ല. കാരണം എന്താ? ഇവിടെ അക്സെപ്റ്റൻസ് അയാളൊരു കണ്ടീഷൻ വെച്ച് 20 ലക്ഷം ഇപ്പോൾ ചെക്ക് കണ്ടിട്ട് ബാക്കി 20 ലക്ഷം 20 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരാം. അങ്ങനെ ഇതൊരു പാർട്ട് ഈ അക്സെപ്റ്റൻസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. W, the wife of H, who is lunatic, purchased a diamond set of rupees 10 lakh from a jewelry on credit. Referring the provisions of the Indian Contract 1870, decide whether the jeweler is entitled to claim the above amount from the property of H. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോസി കോൺട്രാക്റ്റ് ആ ഒരു പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഇവിടെ ഞാൻ ഇത് ഡിസ്കസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡിസ്കസ് ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ക്ലിയർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം തൽക്കാലം സ്കിപ്പ് ചെയ്തേക്കാം. സ്കിപ്പ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നോക്കാം. അടുത്തൊക്കെ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ 3 കേസ് സ്റ്റഡി തന്നേക്കോ. 3 മാർക്ക് 3 മാർക്സ് ഈച്ച് വെച്ച് നോക്കാം. ഒന്നാമത്തെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അബൈ UG സ്റ്റുഡൻറ്റ്. അബൈ എന്ന് പറഞ്ഞാൽ UG ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. വാസ് ഇൻഡ്യൂസ്ഡ് ബൈ ഹിസ് ലെക്ചർ ടു സെൽ ഹിസ് ബ്രാൻഡ് ന്യൂ കാർ ലേറ്റർ അറ്റ് ലെസ് ദാൻ പർച്ചേസ് പ്രൈസ് ടു സെക്യൂർ മോർ മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. അക്കോർഡിംഗ്ലി ദ കാർ വാസ് സോൾഡ്. ഹവർ ദ ഫാദർ ഓഫ് അബൈ persuaded him to sue his lecturer. State whether Abhay can sue against the lecturer. ഇവിടെ അതായത് അബൈ എന്ന് പറഞ്ഞ UG ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ലെക്ചർ അദ്ദേഹത്തോട് പറയുക, നീ ഇപ്പം ലേറ്റസ്റ്റ് വെച്ച് നിൻ്റെ പുതിയ കാറ് നീ ആ പർച്ചേസ് പ്രൈസിനേക്കാളും നല്ല കുറഞ്ഞ ചീപ്പ് റേറ്റിന് നീ എനിക്ക് വിൽക്കുകയാണ് എങ്കിൽ, അദ്ദേഹത്തിന് വിൽക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വിൽക്കുകയാണ് എങ്കിൽ ഞാൻ നിനക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് കൂടുതൽ മാർക്ക് ഞാൻ നിന്നെ ജയിപ്പിക്കാം. അപ്പം ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഫാദർ ഈ ലെക്ചറിനെതിരെ സ്യൂ ചെയ്യാൻ നമ്മൾ അബൈയോട് പറയുക. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? അബൈക്ക് ലെക്ചറിനെതിരെ സ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അത് സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. പറ്റും. കാരണം എന്താ? ഇവിടെ ഒരു അൺഡു ഇൻഫ്ലുവൻസ് നടക്കുന്നത്. അബൈ എന്ന് പറഞ്ഞൊരു വീക്ക് പാർട്ടിയും ലെക്ചർ എന്ന് പറഞ്ഞൊരു സ്ട്രോങ് പാർട്ടിയാണ്. അപ്പം ഇവർ ഈ സ്ട്രോങ് പാർട്ടി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് അദ്ദേഹം ഒരു അൺഡു ഇൻഫ്ലുവൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ അബൈക്ക് എന്തോത്തിനുള്ള അവകാശമുണ്ട്? ആ ഒരു ലെക്ചറിനെതിരെ സ്യൂ ചെയ്യാനുള്ള അവകാശം ഉണ്ട്. നോക്കാം. Yes, Abhay can sue against the lecturer on the ground of influence under the provision of the Indian Contract 1872. A contract brought as a result of coercion, undue influence, fraud, misrepresentation would be voidable at the option of the person whose consent was caused. ഇവിടെ ആരാണ് അഗ്രീഡ് പാർട്ടി? ഇവിടെ നമ്മുടെ അബയുടെ ഫ്രീ കൺസെൻറ്റോട് കൂടിയൊന്നും അല്ല ഈ ഒരു കാർ വിറ്റത്. അവിടെ അദ്ദേഹത്തിന് നേരെയുള്ള ആ സ്ട്രോങ് പാർട്ടിക്ക് ലെക്ചറിന് നമ്മുടെ അബയോടുള്ള ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹം ഒരു അൺഡു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറ്റിക്കൊണ്ടാണ് അബയുടെ കൺസെൻറ്റ് വാങ്ങിച്ചെടുത്ത് ഈ കാറ് കുറഞ്ഞ വിലയ്ക്ക് സെല്ല് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ
ഈ ഒരു കോൺട്രാക്റ്റ് ആരെ സംബന്ധിച്ച് വോയിഡബിൾ ആയിരിക്കും? നമ്മുടെ അഭയെ സംബന്ധിച്ച്. അഭയാണ് നമ്മുടെ അഗ്രീഡ് പാർട്ടി സംബന്ധിച്ച് ഇതൊരു വോയിഡബിൾ ആയിരിക്കും. വെൻ കൺസെൻറ്റ് ടു ആൻ എഗ്രിമെൻറ്റ് ഈസ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ദ എഗ്രിമെൻറ്റ് ഈസ് കോൺട്രാക്ട് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെൻറ്റ് വാസ് സോ കോസ്ഡ്. അതായത് ഈ അഭയെ സംബന്ധിച്ച് ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും. Any such contract may be set aside either absolutely or if the party who has entitled to award it has received any benefit thereunder upon such terms and conditions as the court may seem set. കേസ് സ്യൂ ചെയ്യാനൊക്കെ പറ്റുന്ന പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നോക്കിക്കേ. അനിത ആൻഡ് വിനിത ആർ ഫ്രണ്ട്സ്. ഈ ഒരു കേസിൽ 2-3 വട്ടം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് പല പേരിലും. ഓക്കെ, അനിത ആൻഡ് വിനിത ആർ ഫ്രണ്ട്സ്. അനിതയും വിനിതയും ഫ്രണ്ട്സ് ആണ്. വിനിത ട്രീറ്റ് അനിത ഡ്യൂറിങ് അനിതാസ് ഇൽനെസ്. അതായത് വിനിത അനിതയെ ട്രീറ്റ് ചെയ്തു. അനിതയ്ക്ക് ഒരു ഇൽനെസ് വന്നപ്പോൾ അനിതയെ വിനിത ട്രീറ്റ് ചെയ്തു. വിനിത ഡസ് നോട്ട് അക്സെപ്റ്റ് പേയ്മെൻറ്റ് ഫ്രം അനിത ഫോർ ട്രീറ്റ്മെൻറ്റ്. അതായത് അനിത ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിന് പ്രത്യേകിച്ചൊരു പേയ്മെൻ്റ് ഒന്നും വിനിത അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അനിത പ്രോമിസ് ടു വിനിത സൺ സുനിൽ ടു പേ ഹിം 12,000. അങ്ങനെ ഇരിക്കുക അനിത വിനിതയുടെ സണ്ണായ സുനിത്തിന് ഒരു 12,000 രൂപ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. അനിത ബീങ് പൂർ. അനിത പാപ്പരായി. അനിതയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത ആ ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത അൺഎബിൾ ആ ഒരു സിറ്റുവേഷൻ വന്നു. അതുകൊണ്ട് അനിതയ്ക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ സുനിത്തിന് അനിതയ്ക്കെതിരെ ആ ഒരു മണി കൊടുക്കാത്തതിന് അനിതയ്ക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചിരുന്നത് ക്യാൻ സ്യൂട്ട് സുനിത്തിന് ആ ഒരു എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ചോദിച്ചിരിക്കുന്നത്. നോക്കാം. റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ നമുക്ക് നോക്കാം. നോ, സുനിത് കനോട്ട് റിക്കവർ ദ മണി ഫ്രം അനിത. അനിതയുടെ കയ്യിൽ നിന്ന് സുനിത്തിന് ആ ഒരു എമൗണ്ട് ആ ഒരു മണി റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സുനിത് ആൻഡ് അനിത ഇസ് നോട്ട് എ കോൺട്രാക്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ കൺസിഡറേഷൻ. ഇവർ തമ്മിൽ പ്രത്യേക കൺസിഡറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. കൺസിഡറേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. ഇൻ ദിസ് കേസ് സുനിസ് മദർ ബിനിത വോളണ്ടറിലി ട്രീറ്റ് ദ അനിത ഡ്യൂറിങ് ഹെർ ഇൽനെസ്. ഇവിടെ അനിത പറഞ്ഞിട്ടൊന്നും അല്ല ബിനിത അനിത ട്രീറ്റ് ചെയ്തത്. ബിനിത വോളണ്ടറിലി ചെയ്തൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ബിനിത ചെയ്ത പ്രവൃത്തിക്ക് ഫലമായിട്ട് അനിത സുനിതയുടെ മകന് 12,000 കൊടുക്കാമെന്നായിരിക്കും ഉദ്ദേശിച്ചിരുന്നത്. എങ്കിൽ പോലും ഇവിടെ ആ ഒരു കോൺട്രാക്റ്റ് ആ ഒരു എഗ്രിമെൻറ്റ് വാലിഡ് അല്ലെന്നാണ് പറയുന്നത്. അപ്പാരൻലി ഇറ്റ്സ് നോട്ട് എ വാലിഡ് കൺസിഡറേഷൻ ബിക്കോസ് ഇറ്റ്സ് വോളണ്ടറിലി വേറസ് കൺസിഡറേഷൻ ടു ബി വാലിഡ് മസ്റ്റ് ബി ഗിവൺ ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഇവിടെ ഇതൊരു കൺസിഡറേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അതുപോലെ എന്തുകൊണ്ടാണ് ഇത് ബിനിത ചെയ്തൊരു വോളണ്ടറി പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് കൺസിഡറേഷൻ കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ സ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സുനിത്തിനെതിരെ സ്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇനി ഇവിടെ ഒരു കേസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിനിതയുടെ അനിത പ്രോമിസ് ചെയ്യുന്നത് ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ 12,000 ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ ബിനിതയുടെ പ്രോമിസ് ചെയ്യുന്നതെങ്കിൽ അത് ബിനിതയുടെ 12,000 രൂപ തരാമെന്ന് പ്രോമിസ് ചെയ്യുന്നതെങ്കിൽ അനിതക്കെതിരെ സ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ആദ്യത്തെ പറഞ്ഞ ബിനിത പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും അക്സെപ്റ്റ് ചെയ്യണം. എങ്കിൽ പോലും അനിത ചുമ്മാ അവരുടെ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് ചുമ്മാ വോളണ്ടറി ആയിട്ട് ഈ ബിനിതയുടെ മകന് 12,000 രൂപ കൊടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ ബിനിതയാണെന്നുള്ള പ്രോമിസർ. ഇവിടെ ആരാ വ്യക്തി? ആ പാർട്ടി ആരാ? ബിനിതയാണോ? ബിനിതയുടെ മകൻ. അതുകൊണ്ട് തന്നെ ബിനിതയുടെ മകന് ഇവിടെ അനിതയ്ക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. അതാ ഇവിടെ വലിച്ചു നീട്ടി എഴുതിയേക്കുന്നത്. എക്സെപ്ഷണൽ കേസസ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. അപ്പം ഇത് നിങ്ങളത് വായിച്ച് നോക്കുക. പ്രത്യേകിച്ച് ഇതിനകത്ത് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അടുത്ത് നോക്കിക്കേ. അരവിന്ദ് took a bet of rupees 20,000 with ബാനർജി ദാറ്റ് ഈസ് സർട്ടൺ ഹോൾസ് വുഡ് വിൻ ദ റൈസ്. നമ്മൾ പറഞ്ഞ ബേഗറിങ് എഗ്രിമെൻറ്റിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്. അതായത് ഹോഴ്സ് റേസിൽ വിൻ ആവുകയാണെങ്കിൽ ബാനർജിക്ക് ഞാൻ 20,000 രൂപ ബെറ്റ് തരാമെന്ന് അരവിന്ദ് പറയുകയാണ്. അരവിന്ദ് ആൻഡ് ബാനർജി ബോത്ത് റെസിഡൻറ്റ് ഓഫ് കൊൽക്കട്ട. ഇവർ രണ്ടുപേരും താമസിക്കുന്നത് കൊൽക്കട്ടയിലാണ് ഇവിടെ താമസിക്കുന്നത്. ഈ സ്ഥലപ്പേരുടെ പറയാൻ ഒരു കാരണമാണ്. നിങ്ങൾക്ക് ആൻസർ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ രണ്ടുപേരും താമസിക്കുന്നത് കൊൽക്കട്ടയിലാണ്. അരവിന്ദ ബോറോഡ് rupees 20,000 ഫ്രം ഹിസ് ഫ്രണ്ട് ചാറ്റർജി ഫോർ ദിസ് പർപ്പസ്. അരവിന്ദ് എന്തോ ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ചാറ്റർജിയുടെ കയ്യിൽ നിന്നും ഈ ഒരു പർപ്പസിന് വേണ്ടി 20,000 രൂപ ബോറോ ചെയ്തു. ഈ ഒരു പർപ്പസിന് വേണ്ടി 20,000 രൂപ ബോറോ ചെയ്തു. ഓരോ വാക്കും ശ്രദ്ധിച്ച് വായിക്കുക. അരവിന്ദ ലോസ് ദ ബെറ്റ് ആൻഡ് പേ 20,000 ടു ബാനർജി. അരവിന്ദ് ആ ഒരു ബെറ്റിൽ തോറ്റുപോയി. ബാനർജിക്ക് 20,000 രൂപ ബെറ്റ് എമൗണ്ട് കൊടുക്കുകയും ചെയ്തു. ക്യാൻ ചാറ്റർജി റിക്കവർ ദ ലോൺ എമൗണ്ട് ഫ്രം അരവിന്ദ. ഇവിടെ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചാറ്റർജിക്ക്, അതായത് അരവിന്ദ 20,000 രൂപ ബോറോ ചാറ്റർജിയുടെ ബോറോ വാങ്ങിച്ചപ്പോൾ ആ ബോറോ റുപ്പീസ് അരവിന്ദൻ്റെ കയ്യിൽ നിന്ന് ചാറ്റർജിക്ക് ആ ലോൺ നമ്മൾ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഈ റീസൺ നൽകുക. വാട്ട് വുഡ് ഹാവ് ബീൻ ഡിഫറൻസ് ഹാഡ് ദ ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ് ഇൻ അഹമ്മദാബാദ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു റിസൈഡിങ് ദെയർ. അതായത് ഇതിനകത്തുള്ള പാർട്ടീസ് അഹമ്മദാബാദിലാണ് താമസിക്കുന്നതെങ്കിൽ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം.
ഫസ്റ്റ് തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. യെസ്, ചാറ്റർജി ക്യാൻ റിക്കവർ ദ ലോൺ എമൗണ്ട് ഫ്രം അരവിന്ദ. കാരണം എന്താ, ഇവിടെ അരവിന്ദനും ചാറ്റർജി തമ്മിലൊരു വേഗർ എഗ്രിമെൻ്റ് എന്നുള്ളത് അല്ല. ചാറ്റർജിക്ക് അരവിന്ദൻ്റെ കയ്യിൽ നിന്ന് ലോൺ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും. കാരണം എന്താ, അരവിന്ദനും ചാറ്റർജി നമ്മളൊരു കൊളാട്രൽ ട്രാൻസാക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു വാലിഡ് കോൺട്രാക്റ്റുമാണ്. പക്ഷേ എന്നാലോ ഇവിടുത്തെ മെയിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അരവിന്ദനും ബാനർജിയും തമ്മിലുള്ളത്. അതൊരു വേഗർ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ വേഗർ ട്രാൻസാക്ഷൻ. അതുകൊണ്ട് അത് വോയിഡാണ്. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ നമ്മുടെ ചാറ്റർജിയും ബാനർജിയും അരവിന്ദനും താമസിക്കുന്ന അഹമ്മദാബാദിലാണ് എങ്കിൽ ഈ ഒരു ആൻസറിന് എന്തെങ്കിലും ഡിഫറൻസ് വരുമെന്ന് ചോദിച്ചാൽ ഡിഫറൻസ് വരും. കാരണം അഹമ്മദാബാദിൽ ഈ ഒരു ട്രാൻസാക്ഷൻസ് ഇല്ലീഗലാണ്. അവിടെ കൊളാട്രൽ ട്രാൻസാക്ഷൻസ് ആണെങ്കിലും ഈ വേഗർ വഴി നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ഇവിടെ അത് ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചാറ്റർജിക്ക് നമ്മുടെ അരവിന്ദിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇവർ താമസിക്കുന്നത് റിസൈഡ് ചെയ്യുന്നത് അഹമ്മദാബാദിലാണ് എങ്കിൽ. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ ആൻസർ അവിടെ എഴുതിയേക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നോക്കിക്കേ. എസ്, ചാറ്റർജി ക്യാൻ റിക്കവർ ലോൺ എമൗണ്ട് ഫ്രം അരവിന്ദ. ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ അരവിന്ദ ആൻഡ് ചാറ്റർജി ഇസ് എ കൊളാട്രൽ ട്രാൻസാക്ഷൻ വിച്ച് ഈസ് വാലിഡ് ത്രൂ ദ മെയിൻ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ അരവിന്ദ ആൻഡ് ബാനർജി ഈസ് വേർഡ് ബീങ് എ വേഗർ. ഇനി ഹാഡ് ദ ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ് ഇൻ അഹമ്മദാബാദ്, ചാറ്റർജി കുഡ് നോട്ട് ഹാവ് റിക്കവർഡ് ദ ലോൺ ആസ് ഇൻ അഹമ്മദാബാദ്. ദ വേഗർ ട്രാൻസാക്ഷൻ ആസ് ഇല്ലീഗൽ ആൻഡ് ദ ട്രാൻസാക്ഷൻ കൊളാട്രൽ ഈസ് ടു ബി ആൾസോ വോയിഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇല്ലീഗാലിറ്റി. ഇവിടെ ബാനർജിയും അരവിന്ദും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, ആ മെയിൻ ട്രാൻസാക്ഷൻസ് അവിടെ അഹമ്മദാബാദ് ഇല്ലീഗലാണ്. അതുവരെ ഉണ്ടാകുന്ന ട്രാൻസാക്ഷനാണ് ആ ഒരു വേഗർ എഗ്രിമെൻ്റ് വരെ ഉണ്ടാകുന്ന ട്രാൻസാക്ഷനാണ് നമ്മുടെ ചാറ്റർജിയും അരവിന്ദനും തമ്മിലുണ്ടാകുന്ന ആ ലോൺ എമൗണ്ട് ട്രാൻസാക്ഷൻ. അതുകൊണ്ട് തന്നെ അവിടെ സ്ഥലത്ത് ഇതൊരു ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ അരവിന്ദനും നമ്മുടെ ചാറ്റർജിയും തമ്മിലുള്ള ട്രാൻസാക്ഷനും ഇല്ലീഗലായി മാറും. അതുകൊണ്ട് തന്നെ അതൊരു വോയിഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ വോയിഡ് എഗ്രിമെൻ്റായി മാറുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫാദർ ഓഫ് എ മൈനർ ഗേൾ Anu entered into an agreement of her marriage with Vishal. Afterwards, Vishal refused to marry Anu. On attaining majority, Anu filed a suit against Vishal for damages for breach of promise to marry. Vishal contended that Anu cannot enforce the contract as he was not a party to the agreement between him and Anu's father. Is Vishal contention valid? ഇവിടെ പറഞ്ഞത് എന്താ, അനു എന്ന മൈനർ ഗേളിൻ്റെ ഫാദർ വിശാലുമായിട്ട് തൻ്റെ വിവാഹത്തിന് ഒരു എഗ്രിമെൻ്റ് ചെയ്തു. അനു ഇതിനകത്ത് പാർട്ടിയില്ല. അനുവിൻ്റെ ഫാദറും വിശാലും ഇതിനകത്ത് പാർട്ടി. ശേഷം പക്ഷേ വിശാൽ ഈ ഒരു മാരേജിൽ നിന്ന് അദ്ദേഹം നിരസിച്ചു. അനുവിനെ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് സമ്മതമല്ലെന്ന് അദ്ദേഹം അറിയിച്ചു. പക്ഷേ അനു എന്ത് ചെയ്തു, അനു ആ സമയത്ത് മൈനർ ആയിരുന്നു. വിവാഹം ഉറപ്പിച്ച സമയത്ത് അനു മൈനറായിരുന്നു. പക്ഷേ അനു മേജർ ആയതിനു ശേഷം, അനുവിൻ്റെ മെജോറിറ്റി ആയതിനു ശേഷം അനു വിശാലിനെതിരെ കേസ് ഫയൽ സ്യൂ ചെയ്തു. അപ്പോൾ വിശാൽ നമ്മുടെ അനുവിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്കെതിരെ കേസ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നീ ഒരു എഗ്രിമെൻറ്റിലെ പാർട്ടി അല്ല. നീ ഒരു എഗ്രിമെൻറ്റിലെ പാർട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ, ഈ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി അല്ലാത്തത് കൊണ്ടാണ് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വിശാലിൻ്റെ ഈ കണ്ടൻഷൻ ഇത് വാലിഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ആൻഡ് എഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. ഈ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്ട് ചെയ്ത, മാരേജും പാർട്ടീഷൻ അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലി അറേഞ്ച്മെൻറ്റോട് കണക്ട് ചെയ്ത ഒരു പ്രൊവിഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ വിശാൽ പറയുന്നത് എന്താണ്, അനു ഈ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ അനുവിന് ഇവിടെ കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അനു നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. അത് അനു ഈ കോൺട്രാക്റ്റിലെ തേർഡ് പേഴ്സൺ ആണെങ്കിൽ പോലും, ഈ കോൺട്രാക്ട് പാർട്ടി അല്ലെങ്കിൽ പോലും അനുവിന് ഇവിടെ ഫയൽ സ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ഒരു കേസിൽ പറ്റാത്ത കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇൻ സച്ച് കേസസ് ഈ പേഴ്സൺ ഫോർ ഹൂസ് ബെനിഫിറ്റ് ദ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ സച്ച് ഫാമിലി അറേഞ്ച്മെൻറ്റ് ക്യാൻ enforce the agreement even if he is not a party to it. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി അല്ലെങ്കിൽ പോലും കേസ് സ്യൂ ചെയ്യാൻ പറ്റും. അവർക്ക് സ്ട്രേഞ്ചറിനെതിരെ സ്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സ്ട്രേഞ്ചറിന് അതിനകത്തുള്ള പാർട്ടിക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഇറ്റ് മേ ഹൗവർ ബി നോട്ട് ദാറ്റ് പ്രൊവിഷൻ മസ്റ്റ് ബി മെയ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പേഴ്സൺ ഹു വാണ്ട് ടു എൻഫോഴ്സ് സച്ച് മാരേജ് ഓർ അറേഞ്ച്മെൻറ്റ്. നോ, വിശാൽസ് കൺസേൺ ഈസ് നോട്ട് വാലിഡ്. വിശാലിൻ്റെ കൺസേൺ ഇവിടെ വാലിഡ് അല്ല. അതുകൊണ്ട് വിശാലിൻ്റെ കൺസേൺ ഇവിടെ വാലിഡ് അല്ലാത്തത് കൊണ്ട് ഈ ഒരു കേസിൽ നമ്മുടെ ആർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ അനുവിന് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വിശാലിൻ്റെ കൺസെൻറ്റ് വാലിഡ് കൺസെൻറ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനുവിന് വിശാലിനെതിരെ കേസ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, സ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. ദ മാരേജ് അറേഞ്ച്മെൻറ്റ് ഓർ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ് വേർ എ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സം പേഴ്സൺ ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ദ ബെനിഫിഷ്യറി ഈവൻ ഇഫ് ഹി ഈസ് നോട്ട് എ പാർട്ടി ടു ദ സെയിം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി സെക്കൻഡ് നോക്കിക്കേ.
X father promised to pay his son Y a sum of rupees 1 lakh if Y son of X. ഈ Y എന്ന് പറയുന്നത് എക്സിൻ്റെ സണ്ണാണ്. എക്സ് ഫാദറാണ്, എക്സിൻ്റെ സണ്ണാണ് വൈ. പാസ്ഡ് CMA എക്സാമിഷൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. അതായത് ഫാദറായ എക്സ് വൈയോട് പറയുകയാണ്, നീ ഫസ്റ്റ് അറ്റംപ്റ്റിൽ CMA എക്സാമിനേഷൻ പാസ്സാവുകയാണെങ്കിൽ ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ തരാമെന്ന്. നമ്മുടെ വൈ പാസ്സായി, CMA എക്സാമിനേഷനൊക്കെ പാസ്സായി, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ബട്ട് എക്സ് ഫെൽ ടു പേ ദ എമൗണ്ട് ആസ് ദ പ്രോമിസ്ഡ്. പക്ഷേ എക്സ് എന്തോ ചെയ്തു, വൈ എന്ന് പറഞ്ഞ മകന് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് വൈ കൊടുത്തില്ല. വൈ അതായത് ആ ഒരു പ്രോമിസ് ഫെയിൽ ചെയ്തെന്നാണ് പറയുന്നത്. വൈ ഫയൽ സ്യൂട്ട് ഫോർ റിക്കവർ ചെയ്ത സെഡ് എമൗണ്ട്. ആ എമൗണ്ട് റിക്കവർ ചെയ്യുന്നതിന് വൈയിൽ ആ ഒരു സ്യൂ ചെയ്തു, നമ്മുടെ ഫാദറിനെതിരെ സ്യൂ ചെയ്തു. സ്റ്റേറ്റ് എലോങ് വിത്ത് റീസൺ വെദർ വൈ ക്യാൻ റിക്കവർ ദ എമൗണ്ട് അണ്ടർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം വൈക്ക് ആ എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? കാരണം ഇവിടെ എക്സും വൈയും തമ്മിൽ ഒരു ലീഗൽ പ്രൊവിഷൻ അല്ലെങ്കിൽ ലീഗൽ റിലേഷൻഷിപ്പ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അല്ല, ഇവർ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പാണ് ഇവിടെ അത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈക്ക് എക്സായ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് ആ 1 ലക്ഷം രൂപ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ആൻസർ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. Problem asked in the question is based on provision of the Indian Contract Act 1872 contained in section 10. According to the provision, there should be an intention to create legal relation between the parties. Agreement of a social nature or domestic nature do not contemplate legal relationship and such are not contract which can be enforced. അതായത് ഇവിടെ സോഷ്യൽ നേച്ചറിലോ ഡൊമസ്റ്റിക് നേച്ചറിലോ അല്ല നമ്മുടെ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ സോഷ്യൽ റിലേഷൻഷിപ്പിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ദ പ്രിൻസിപ്പൽ ഹാഡ് ബീൻ ലെഡ് ഡൗൺ ഇൻ ദ കേസ് ഓഫ് ബാൾഫ്ലർ വേഴ്സസ് ബാൾഫ്ലർ. അക്കോർഡിംഗ്ലി ആ ഒരു കേസ് നിങ്ങൾ എഴുതേണ്ട കേസ് നിങ്ങൾക്ക് അറിയത്തില്ല, അത് നിങ്ങൾ എഴുതണം, ബാക്കി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ. അക്കോർഡിംഗ്ലി അപ്ലൈങ് ദ പ്രൊവിഷൻ ആൻഡ് ദ ഈച്ച് ഡിസിഷൻ ഇൻ ദ കേസ് വൈ കനോട്ട് റിക്കവർ ദ എമൗണ്ട് ഓഫ് rupees 1 lakh ഫ്രം എക്സ് ഫോർ ദ റീസൺ എക്സ്പ്ലൈൻഡ് എബോ. മോളി പറഞ്ഞ റീസൺ പ്രകാരം വൈക്ക് നമ്മുടെ എക്സിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു 1 ലക്ഷം രൂപ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ അവർ തമ്മിൽ സോഷ്യൽ റിലേഷൻഷിപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ലീഗൽ റിലേഷൻഷിപ്പാണോ? അല്ല. ഓക്കെ. അടുത്ത് നോക്കിക്കേ. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതും രണ്ട് മൂന്ന് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. ഏജ്ഡ് 16 years ഫോർ സ്റ്റഡിങ് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജ്. അതായത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന എന്ന് പറഞ്ഞൊരു വ്യക്തി 16 വയസ്സുള്ള ആൾ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. ഒരു 1 June 2015 അദ്ദേഹം ബിയുടെ കയ്യിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ ലോൺ എമൗണ്ട് വാങ്ങിച്ചു. കോളേജ് ഫീസ് അടയ്ക്കുന്നതിന് ഭാഗമാണ് 31 July 2016 ആ ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കാന്ന് അങ്ങനെ പറഞ്ഞിട്ട് ബിയുടെ കയ്യിൽ നിന്ന് ആ 2 ലക്ഷം രൂപ വാങ്ങിച്ചത്. പൊസസ് അസറ്റ് വർത്ത് rupees 20 lakh. എക്ക് സ്വന്തമായിട്ട് ഒരു 20 lakh അസറ്റ് അദ്ദേഹം ഉണ്ട്, പൊസസ് ചെയ്യുന്നുണ്ട്. ഓൺ ദ ഡ്യൂ ഡേറ്റ് ആയി. അതായത് ഡ്യൂ ഡേറ്റ് എന്നാ നമ്മുടെ 31 July 2016 ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും ബിക്ക് കൊടുക്കാനുള്ള ലോൺ എമൗണ്ട് അതായത് 2 ലക്ഷം രൂപ കൊടുക്കുന്നില്ല. അങ്ങനെയാണ് ബി നൗ വാണ്ട് ടു റിക്കവർ ദ ലോൺ ഫ്രം ഔട്ട് ഓഫ് ഹിസ് അസറ്റ്. അതായത് എയുടെ അസറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ആവശ്യമായ ലോൺ എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? അത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രൊവിഷൻ അനുസരിച്ച് നിങ്ങളത് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. 2-3 തവണ റിപ്പീറ്റ് അടിച്ച് പേര് മാറ്റിയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. ദ പ്രോബ്ലം ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഈസ് കവർഡ് അണ്ടർ ദ എക്സംഷൻസ് ആസ് പെർ സെക്ഷൻ 68 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ത്രൂ എ മൈനർ ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ ടു പേ ദ പ്രൈസ് ഓഫ് നെസസിറ്റി സപ്ലൈഡ് ബൈ ഹിം ഓർ മണി ലെൻഡ് ഫോർ ദ പർപ്പസ്. ദ സപ്ലയർ ഓർ ലെൻഡർ വിൽ ബി എൻറ്റൈൽഡ് ടു ക്ലെയിം ദ മണി ഓർ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസ് വിച്ച് ആർ necessities suited to his condition of life provided that the minor has a property. The liability of minor is only the extent of the minor's property. The type of contract is called quasi contract and the right of the supplier tender is based on the principles of equity. Hence in this given case B will be entitled to recover the amount of loan given to A for the payment of college of fees for the property of A the minor. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഇവർ അവിടെ കോസി കോൺട്രാക്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ പക്ഷേ കോസി കോൺട്രാക്ട് റിലേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ എന്ന് പറഞ്ഞ വ്യക്തി 16 years, അയാളുടെ ഏജ് അവിടെ എടുത്ത് പറയാൻ കാരണം അയാൾക്ക് 18 വയസ്സ് തികഞ്ഞില്ല. അതുകൊണ്ട് അയാൾ മൈനറാണ്. മൈനർ മേജറായ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുഡ്സോ എന്തെങ്കിലും മണിയോ ആണ് ബോറോ ചെയ്തിട്ടുണ്ട്, കടത്തിന് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ
ക്രെഡിറ്റിന് വാങ്ങിച്ചിട്ടാണ് ഉണ്ട് എങ്കിൽ അദ്ദേഹം പേഴ്സണലി ലൈബിൾ ആവില്ല. മൈനർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പേഴ്സണലി ലൈബിൾ ആവില്ല. പക്ഷേ ഇവിടെ എന്തോ അപ്ലൈ ചെയ്യാൻ പറ്റും? മൈനറിന് പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയും തനിക്ക് കിട്ടാനുള്ള എമൗണ്ട് റീസ്റ്റോർ ചെയ്ത്, റൂൾ ഓഫ് റീസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി, നമ്മളത് പഠിച്ച ഓർമ്മയുണ്ടോ? റൂൾ ഓഫ് റീസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു പൈസ മൈനറിൻ്റെ കയ്യിൽ ഇല്ല എങ്കിൽ അത് കമ്പൽ ചെയ്ത് വാങ്ങിക്കാനുള്ള അവകാശം ആർക്കില്ല? ആ മേജറായ ഇവിടെ ബി എന്ന് പറഞ്ഞ വ്യക്തിക്കില്ല. പക്ഷേ ഇവിടെ മൈനറിൻ്റെ കയ്യിൽ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയുടെ കയ്യിൽ 20 ലക്ഷം രൂപ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയിൽ നിന്ന് അതിൽ നിന്ന് 2 ലക്ഷം രൂപ നമ്മുടെ ബിക്ക് കൊടുക്കുന്ന 2 ലക്ഷം രൂപ അദ്ദേഹത്തിന് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. C is the wife of A. She purchased some sarees on credit from B. B demanded the amount from A. A refused. B filed a suit against the said amount. Decided the light of provision of the Indian contract 1870 whether B would succeed. അതായത് എയുടെ വൈഫാണ് സി. ഷീ പർച്ചേസ്ഡ്, എന്തോ ഇത് അവർ കുറച്ച് സാരീസ് ബിയുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിന് വാങ്ങിച്ചു. ക്രെഡിറ്റിനാ സാരീസ് വാങ്ങിച്ചത്. ബി ഡിമാൻഡ് ദ എമൗണ്ട് ഫ്രം എ. ബി എന്തോ ഇത് ബി എ അടുത്ത് പോയി എമൗണ്ട് ചോദിച്ചു. എ ആണെങ്കിൽ നിരസിച്ചു. ഞാൻ പൈസ എടുത്തില്ലെന്ന് പറഞ്ഞു. ബിക്ക് എക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സി ആണ് സാരി പോയി വാങ്ങിച്ചത്, ക്രെഡിറ്റിനാണ് വാങ്ങിച്ചത്, ബിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. ബി പോയി അടുത്ത് പൈസ വെച്ചു, എ അടുത്ത് പോയി പൈസ വെച്ചു. എ ആണെങ്കിൽ അത് നിരസിക്കുകയും ചെയ്തു. ബി എക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കേസ് സ്യൂ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏജൻസി മേ ബി ക്രിയേറ്റഡ് ബൈ ലീഗൽ പ്രിസംപ്ഷൻ ഇൻ ദ കേസ് ഓഫ് cohabitation by the married woman that the wife is considered as an implied married agent of her husband. അതായത് ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു ഫിഡൂഷ്യറി റിലേഷൻഷിപ്പാണ്, ഒരു ട്രസ്റ്റ് ബർത്തി റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ വൈഫ് ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുന്നെങ്കിൽ, അവർ ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ദർ ഇസ് എ ലീഗൽ പ്രിസംപ്ഷൻ ദാറ്റ് വൈഫ് ഹാസ് അതർ ടു പ്ലെഡ്ജ് ഹർ ഹസ്ബൻഡ് ക്രെഡിറ്റ് ഫോർ നെസസിറ്റീസ്. അതായത് അപ്പം വൈഫ് കടത്തിന് സാധനം വാങ്ങിച്ച് അതിൻ്റെ എമൗണ്ട് പേ ചെയ്യാനുള്ള ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവർ ഒന്നിച്ചാണ് ജീവിക്കുന്നത്, ഇവർ വേണ്ടി ഫിഡൂഷ്യറി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഇവർ ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ആ വൈഫ് വാങ്ങിച്ച പൈസ, അല്ലെ വൈഫ് വാങ്ങിച്ച സാരിക്ക്, ക്രെഡിറ്റ് വാങ്ങിച്ച സാരിക്ക് എമൗണ്ട് പേ ചെയ്യാനുള്ള നമ്മുടെ എയുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി അതിന് കുറച്ച് എക്സംപ്ഷൻ കേസസ് വന്നിട്ടുണ്ട്. അത് റീബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് ആ ലീഗൽ പ്രിസംപ്ഷൻസ് റീബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. താഴെ പറഞ്ഞ കാര്യങ്ങളിലാണെങ്കിൽ ഹസ്ബൻഡ് പൈസ അല്ലെങ്കിൽ എമൗണ്ട് പേ ചെയ്യേണ്ട, വൈഫിന് വേണ്ടി എമൗണ്ട് പേ ചെയ്യേണ്ട. ഏതൊക്കെയാണ്? ഒന്നാമത്തെ, വെദർ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ആർ നോട്ട് നെസസറീസ്. ഈ കടത്തിന് വാങ്ങിച്ച ഗുഡ്സിലെ, ക്രെഡിറ്റിന് വാങ്ങിച്ച പർച്ചേസ് ചെയ്ത ഗുഡ്സ് അവൾക്ക് ആവശ്യമില്ലാത്ത ഗുഡ്സ് അവൾ വാങ്ങിച്ചെങ്കിൽ അതിന് നമ്മുടെ ഹസ്ബൻഡ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ എന്താ? വെദർ വൈഫ് ഈസ് ഗിവൺ സഫിഷ്യൻറ്റ് മണി ഫോർ പർച്ചേസിങ് നെസസിറ്റീസ്. വൈഫിന് ഹസ്ബൻഡ് സഫിഷ്യൻ്റ് മണി പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ക്രെഡിറ്റിനല്ലാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സഫിഷ്യൻ്റ് മണി കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അവളുടെ ആവശ്യങ്ങളെല്ലാം വാങ്ങിയിട്ട് പർച്ചേസിനുള്ള സഫിഷ്യൻ്റ് മണി കൊടുത്തിട്ടുണ്ട് എങ്കിലും അങ്ങനെയുള്ള കേസിൽ ആര് പേ ചെയ്യേണ്ട? നമ്മുടെ ഹസ്ബൻഡ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി തേർഡ് കേസ് എന്താ? വെദർ വൈഫ് ഈസ് ഫോർബിഡൻ ഫ്രം പർച്ചേസിങ് എനിത്തിങ് ഓൺ ക്രെഡിറ്റ് ഓർ കോൺട്രാക്റ്റിംഗ് ഡെപ്റ്റ്സ്. അതായത് ഈ കടത്തിന് സാധനം വാങ്ങിക്കുന്നതിൽ നിന്നോ വൈഫിനെ ഹസ്ബൻഡ് എതിർത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വാങ്ങിക്കണമെന്ന് ഹസ്ബൻഡ് ലംഘനമായിട്ട് പറഞ്ഞിട്ടുള്ള കേസിലും ഹസ്ബൻഡ് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഫോർത്ത് കേസ്, ദ ട്രേഡർ ഹാസ് ബീൻ എക്സ്പ്രസ്ലി വാംഡ് നോട്ട് ടു ഗിവ് ക്രെഡിറ്റ് ടു ഹിസ് വൈഫ്. അതായത് ഈ ട്രേഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ ബിയോട് എ ചെന്ന് പറയാണ്, എൻ്റെ ഭാര്യ എന്തെങ്കിലും കടത്തിന് സാധനം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കണ്ട എന്ന് ബിയോട് എ ചെന്ന് പറഞ്ഞിട്ടും ബി സിക്ക്, അതായത് എയുടെ വൈഫായ സിക്ക് കടത്തിന് സാധനം കൊടുത്തിട്ടുള്ള കേസിലും അങ്ങനെ പറഞ്ഞിട്ടുള്ള കേസിലും നമ്മുടെ ഹസ്ബൻഡ് എ നമ്മുടെ ബി എന്ന ആ ട്രേഡറിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 4 കേസിലും ബി നമ്മുടെ എ ഉത്തരവാദി റെസ്പോൺസിബിൾ ആണോ? അല്ല, ഹസ്ബൻഡ് റെസ്പോൺസിബിൾ അല്ല. ഇനി എന്താ? ഇഫ് ദ വൈഫ് ലീവ് അപ്പാർട്ട് ഫോർ നോ ഫാൾട്ട് ഓൺ ഹെർ പാർട്ട്. അതായത് വൈഫിൻ്റെ ഒരു ഫോൾട്ടും അല്ലാതെ, വൈഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ അവർ വേർപിരിഞ്ഞ് നിൽക്കുന്നതെങ്കിൽ, വൈഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കുള്ള അവർ വേർപിരിഞ്ഞ് നിൽക്കുന്നതെങ്കിൽ വൈഫിന് എന്തിനുള്ള അതോറിറ്റി ഉണ്ട്? നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഇതിന് പണം വെച്ചുകൊണ്ട് വൈഫിന് പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ സാധനം ക്രെഡിറ്റിന് വാങ്ങിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഇത് ഏത് കേസിലാണ് വരുന്നത്? ദിസ് ലീഗൽ പ്രിസംപ്ഷൻ ക്യാൻ ബി റീബൂട്ട് ഓൺലി ഇൻ കേസസ് 3rd and 4th. 3rd ഉം 4th കേസിൽ
ഇത് വരത്തില്ല. തേർഡ് ഫോർത്തും കേസിൽ വരത്തില്ല. അതിനർത്ഥം ഫസ്റ്റ് സെക്കൻഡ് കേസിലായിരിക്കും ഇത് വരുന്നത്. മറ്റു 2 കേസിൽ ഇത് വരത്തില്ല. തേർഡ് ഫോർത്തും കേസിൽ ഇത് വരത്തില്ല. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇനി ഇവിടുത്തെ നമ്മുടെ ബിയുടെയും എയുടെയും സിയുടെയും കാര്യം പറയുകയാണെങ്കിൽ ഇൻ ദ പ്രസൻറ്റ് കേസ് ബി വിൽ സക്സീഡ്. ബിക്ക് ഇത് സക്സീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും, കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഹി ക്യാൻ റിക്കവർ ദ സെഡ് എമൗണ്ട് ഫ്രം എ ഇഫ് സാരീസ് പർച്ചേസ് ബൈ സീസ് ആർ നെസസറി ഫോർ ഹർ. അതായത് ഇവിടെ എന്താ, ഇവിടെ ബിക്ക് എപ്പോഴാണ് സക്സീഡ് ചെയ്യാൻ പറ്റുന്നത്? എയുടെ കയ്യിൽ നിന്ന് എപ്പോഴാണ് ബിക്ക് സി വാങ്ങിച്ച സാരിയുടെ പൈസ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നത്? സിക്ക് ആ സാരി ആവശ്യമുള്ളതാണെങ്കിൽ, അവൾക്ക് സാരിയൊന്നും ഇല്ല, ഉടുക്കാൻ വേറെ വസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അവൾ ഈ സാരി കടത്തിന് വാങ്ങിച്ചേ എങ്കിൽ, അവൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ള നെസസിറ്റി ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു നെസസിറ്റി ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി അവൾ വാങ്ങിച്ചേ എങ്കിൽ എയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബിക്ക് ഈ ഒരു എമൗണ്ട് റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അതാണ് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സുനിൽ ഏജ് 16 years was studying in മെഡിക്കൽ കോളേജ്. On 1st March 2007 he took a loan of rupees 3 lakh from Anil for the payment of his college fee and agreed to pay 31st May 2008. Sunil possessed asset worth rupees 50 lakh. On due date, Sunil failed to pay back the loan to Anil. Anil now want to recover the loan from Sunil out of his asset. Whether Anil would succeed is referring in the provision of the Indian Contract Act 1872. ഇത് നമ്മൾ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഒരു മൈനറായ ഒരു വ്യക്തി, 16 വയസ്സുള്ള വ്യക്തിക്ക്, ആ വ്യക്തി അദ്ദേഹം നേരത്തെ നമ്മൾ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവിടെ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും ആ ഒരു എമൗണ്ട് പേ ചെയ്യുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്വന്തമായിട്ട് അസറ്റ് അദ്ദേഹം പൊസസ് ചെയ്യുന്നുണ്ട്. അപ്പം മൈനർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പേഴ്സണലി ലൈബിൾ ആവില്ല. പക്ഷേ അസറ്റിൽ നിന്ന് ആ ക്രെഡിറ്ററിന് കൊടുക്കാനുള്ള പൈസ റീസ്റ്റോർ ചെയ്ത് എടുക്കാനുള്ള അവകാശം ആർക്കുള്ള ക്രെഡിറ്ററിന് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ മെഡിക്കൽ കോളേജായിട്ട് ഇവിടെ തന്നേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അത് വായിച്ച് നോക്കുക. പിന്നെ ഇതിനകത്ത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് അടുത്ത് നമുക്ക് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. കോൺട്രാക്റ്റ് വേണം, പിന്നെ ഡെലിവറി ഓഫ് ഗുഡ്സ്, ചേഞ്ച് ഓഫ് പൊസഷൻ, പർപ്പസ് ഓഫ് ഡെലിവറി, നമ്പർ ഓഫ് പാർട്ടീസ്, റൈറ്റ് ഓഫ് ഓണർഷിപ്പ്, ചേഞ്ച് ഓഫ് ഫോം, ഗുഡ് ഇൻ പൊസഷൻ ഓഫ് ഡെയിലി, ഡെലിവറി ഓഫ് ഗുഡ്സ്, റൈറ്റ് ഓഫ് റിവാർഡ്. ഇത് നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ബെയിൽമെൻറ്റ് റിവിഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അനിത ആൻഡ് സൊനാലി ആർ ഫ്രണ്ട്സ്. സൊനാലി ട്രീറ്റ് അനിത ഡ്യൂറിങ് അനിതാസ് ഇൽനസ്. ഇതും നമ്മുടെ ഏത് കേസ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ. അതായത് അനിതയും ബിനിതയും സുഹൃത്തുക്കളാണ്. പെട്ടെന്നിരിക്കെ അനിതയ്ക്ക് ഒരു അസുഖം വന്നു. ബിനിത കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു എമൗണ്ട് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ ബിനിത വോളണ്ടറി ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ട് അനിതയെ ട്രീറ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അനിത എന്തോ ചെയ്തു, ബിനിതയുടെ മകന് ഒരു പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ പറഞ്ഞില്ല, ആ ഒരു കേസ് തന്നെ ഇവർ പേര് മാറ്റി കൊടുത്തിരിക്കുക, അനിതയും സൊനാലിയായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ ടാനിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? നമ്മുടെ സൊനാലിയുടെ മകളാണ് ടാനിയ. അപ്പോൾ ടാനിയയ്ക്ക് അനിത കൊടുക്കുന്ന എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മിസ്റ്റർ അജയ്, ഇവിടെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടില്ല, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും, എനിക്ക് ഷുവറാണ്. ഓക്കെ, മിസ്റ്റർ അജയ് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിലിരിക്കെ മിസ്റ്റർ വിജയുമായിട്ട് 15 ജൂലൈ 2022 ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. ആ ഈവനിങ്ങിൽ ടു സെൽ ഹിസ് ഓഫീസ് സ്പേസ് ടു ഹിം വിത്തിൻ 15 ഒക്ടോബർ 2022 അദ്ദേഹത്തിന് ഓഫീസ് സ്പേസ് വിൽക്കാമെന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. പക്ഷേ നെക്സ്റ്റ് ഡേ ആയപ്പോൾ മിസ്റ്റർ വിജയ് ഡിക്ലെയർ ചെയ്യുകയാണ്, ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് നൈറ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 15 ജൂലൈ 2022 അദ്ദേഹം നല്ല അൺവെല്ലായിരുന്നു, അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു. അദ്ദേഹത്തിന് മൈൻഡ് പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡാണ്. നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ അജയ്സൺ അൺകോൺഷ്യസ് ഓഫ് ഹിസ് മൈൻഡ്. അദ്ദേഹം അൺകോൺഷ്യസ് മൈൻഡിലിരിക്കുക നമ്മുടെ വിജയായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. അപ്പം അൺകോൺഷ്യസ് മൈൻഡിൽ ആ സമയത്ത് അദ്ദേഹം ആ ഒരു ഓഫീസ് സ്പേസ് വിൽക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ നെക്സ്റ്റ് ഡേ വന്നിട്ട് പറയാണ്, ലാസ്റ്റ് നൈറ്റ് ഞാൻ കോൺഷ്യസിലല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ട്രാൻസ്ഫർ നടത്തുന്നതിൽ ഞാൻ വില്ലിങ് അല്ല, ആ ഓഫീസ് സ്പേസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാൻ വില്ലിങ് അല്ല. അപ്പം നമ്മുടെ വിജയ് അടുത്ത് പറഞ്ഞു. അപ്പോൾ വിജയ് പറയാണ്, പറ്റത്തില്ല, അജയ് ഓൾറെഡി ആ എഗ്രിമെൻറ്റ് അജയും വിജയും തമ്മിലുള്ള എഗ്രിമെൻറ്റ് ഓൾറെഡി അജയ് സൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അജയ്ക്ക് ഈ കോൺട്രാക്റ്റിന് പിന്മാറാൻ പറ്റത്തില്ല. വിജയ്ക്ക് ഇതും പറഞ്ഞുകൊണ്ട് ഈ കോൺട്രാക്റ്റിനോട് മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ അജയ്ക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി പറ്റത്തില്ല. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അൺസൗണ്ട് മൈൻഡിൻ്റെ പേഴ്സണാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
എന്താ പഠിച്ചിട്ടുള്ളത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതായത് അദ്ദേഹം യൂഷ്വലി സൗണ്ട് മൈൻഡും ഒക്കേഷണലി അൺസൗണ്ട് മൈൻഡും ആണെങ്കിൽ അദ്ദേഹം സൗണ്ട് മൈൻഡായി ഇരിക്കുന്ന സമയത്ത് മാത്രമേ അദ്ദേഹത്തോട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റത്തുള്ളൂ. ഇനി യൂഷ്വലി അദ്ദേഹം അൺസൗണ്ട് മൈൻഡും ഒക്കേഷണലി സൗണ്ട് മൈൻഡും ആണെങ്കിൽ അദ്ദേഹം അൺസൗണ്ട് മൈൻഡായി ഇരിക്കാത്ത സമയത്ത് വേണം നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ. ഇവിടെ എന്താ, ഇവിടെ അജയ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്, വിജയോട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് അജയ് അൺകോൺഷ്യസായി മൈൻഡിൽ ഇരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം റേഷണൽ ജഡ്ജ്മെൻറ്റ് ഒന്നും റേഷണൽ ജഡ്ജ്മെൻറ്റ് അതൊന്നും മൈൻഡ് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം മെൻ്റൽ കണ്ടീഷൻ ആയിരിക്കത്തില്ല അദ്ദേഹം കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് വാലിഡ് അല്ല. ഈ ഒരു കോൺട്രാക്റ്റുമായിട്ട് നമ്മുടെ വിജയ്ക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇത് നിങ്ങൾ എങ്ങനെ എഴുതാൻ പറ്റും? അൺകോൺഷ്യസ് മൈൻഡ് ഒരു പോയിന്റ്, 2 പോയിന്റും കൊടുത്തിട്ട് നിങ്ങളുടേതായ രീതി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ, ഇതുവരെ കണ്ട ആൻസേഴ്സൊക്കെ വെച്ചുകൊണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസേഴ്സ്. ഞാൻ നിങ്ങൾക്ക് എഴുതാൻ അറിയാത്തവർക്ക് ഒന്നും കൂടെ അത് പറഞ്ഞുതരാം. ആൻഡ് സെക്ഷൻ 12 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് 1872, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് 1872 സെക്ഷൻ 12 പ്രകാരം പ്രൊവൈഡ് ദാറ്റ് എ പേഴ്സൺ ഈസ് said to be a sound mind for the purpose of making a contract if the time when he if he is capable of understanding it and forming the rational judgment ആസ് ടു ഇറ്റ്സ് എഫക്റ്റ് അപ്പോൺ ഹിസ് ഇൻട്രസ്റ്റ്. അതായത് അദ്ദേഹം ഏർപ്പെടുന്ന കോൺട്രാക്റ്റിൽ അദ്ദേഹം ക്യാപ്പബിൾ ആണോ എന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മനസ്സിലാക്കണം, സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കണം. പക്ഷേ നമ്മുടെ വിജയും അജയും ഏർപ്പെട്ട കോൺട്രാക്റ്റ് അജയ് അവിടെ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കും കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. അതുകൊണ്ട് തന്നെ എന്താ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അദ്ദേഹം ഈ ഒരു കോൺട്രാക്റ്റിന് ക്യാപ്പബിൾ ആണോ എന്ന് അദ്ദേഹത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ് അദ്ദേഹം കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല, അത് കംപ്ലീറ്റ്ലി വോയിഡ് ആണ്. അതാണ് ഇവരോട് എഴുതി പിടിപ്പിച്ചേക്കുന്നത്. ഇൻ ദിസ് കേസ് മിസ്റ്റർ അജയ് വെൻ ഹി മേഡ് കോൺട്രാക്ട് ഇൻ ദ ഈവനിങ് 15th July 2022 he was not capable of understanding the agreement and forming rational judgment as to effect upon his interest as per the provision of the Indian Contract Act 1872. Mr. Vijay cannot contract will such unconscious last, therefore the contract between Mr. Ajay and Vijay is not valid contract. ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് അല്ല. കാരണം എന്താ, നമ്മുടെ മിസ്റ്റർ അജയ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏത് സമയത്തായിരുന്നു? അദ്ദേഹം അൺകോൺഷ്യസ് മൈൻഡിൻ്റെ സമയത്ത് ആയിരുന്നു. അപ്പം ഇത്രയും ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പിന്നെയും പറയുന്നത് കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. ഇപ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം വേണമെന്നുള്ളവർക്ക് ഞാനിത് നമ്മുടെ ഈ ഒരു അപ്പം നിങ്ങളെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യിപ്പിച്ച ആ ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാനറാണ്. നമ്മുടെ ലോ ആൻഡ് എത്തിക്സിൻ്റെ സ്കാനർ വെച്ചാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തത്. ഞാൻ അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഇതിനെ കാണും. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 നെക്സ്റ്റ് പാർട്ട് ക്ലാസ് കാണും. ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായി പഠിക്കുക. എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.